ബൃഹദാരണ്യകം രണ്ടാമധ്യായം. ഇയം പൃഥിവീ സർവേഷാം ഭൂതാനാം മധു. അസ്യൈ പൃഥിവ്യൈ സർവാണി ഭൂതാനി മധു. യസ്യായമസ്യാം പൃഥിവ്യാം തേജോമയോ അമൃതമയോ പുരുഷോ. യസ്യായമധ്യാത്മം ശാരീരസ്തേജോമയോ അമൃതമയോ പുരുഷോ. അയമേവ യോയമാത്മാ. ഇദമൃതം ഇദം ബ്രഹ്മ ഇദം സർവം. ഇയം പൃഥിവീ പ്രസിദ്ധ സർവേഷാം ഭൂതാനാം മധു. സർവേഷാം ബ്രഹ്മാദിസ്തംഭപര്യന്താനാം ഭൂതാനാം പ്രാണിനാം മധുകാര്യം മധു ഇവ മധു യതേകോ മധുഭൂവനേകൈർമധുകരൈഃ നിർവർത്തിതഃ. എവമിയം പൃഥിവീ സർവഭൂതൈർ നിർവർത്തിത. തഥാ സർവാണി ഭൂതാനി പൃഥിവ്യാ അസ്യ മധുകാര്യം. കിഞ്ച യശ്ചായം പുരുഷോ അസ്യാം പൃഥിവ്യാം തേജോമയഃ ചിന്മാത്ര പ്രകാശമയോ അമൃതമയോ അമർണധർമ്മ പുരുഷോ. യശ്ചായം അധ്യാത്മം ശരീരഃ ശരീരേ ഭവാപുരോ തേജോമയോ അമൃതമയ പുരുഷ. സജ ലിംഗാഭിമാനി സജ സർവേഷാം ഭൂതാനാം ഉപകാരകത്വേന മധു. സർവാണി ച ഭൂതാന്യസ്യ മധു. ആദ്യം പറയുന്നത് പൃഥിവി സർവഭൂതങ്ങളുടെയും മധുവാണ്. സർവഭൂതങ്ങളും പൃഥ്വിയുടെ മധുവാണ്. മധു എന്നുള്ളതിനർത്ഥം പറഞ്ഞ കാര്യം. സർവഭൂതങ്ങൾ അർത്ഥം പറഞ്ഞ് സർവപ്രാണികളും. സർവപ്രാണികൾക്കും പൃഥ്വിയുടെ കാര്യമാണ്. പൃഥ്വി സർവ പ്രാണികളുടെയും കാര്യമാണ്. സർവപ്രാണികളും പൃഥ്വിയുടെ കാര്യമാകുന്ന അങ്ങനെ അത് പാർത്ഥിവമാണ്. സർവപ്രാണി ശരീരങ്ങളും പൃഥ്വിയിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ടെല്ലാം പൃഥ്വി കാര്യമാണ്. ഈ പൃഥ്വി സർവപ്രാണികളുടെയും കാര്യമാകുന്ന അങ്ങനെ അതിന് പറഞ്ഞു പ്രാണികളുടെ അധിഷ്ഠം സംസ്കാരം നിമിത്തമായിട്ടാണ് സൃഷ്ടി സംഭവിക്കുന്നത്. പൃഥ്വി നേരിട്ട് പ്രാണികൾ പൃഥ്വിയെ സൃഷ്ടിക്കുന്നില്ല. പക്ഷെ ഈ പൃഥ്വിയിലെ ഓരോ അംശവും പ്രാണികർമ്മങ്ങൾക്കനുസരിച്ചുണ്ടായിരിക്കുകയാണ്.
ജീവന്മാരുടെ ഭോഗത്തിന് വേണ്ടിയിട്ടാണ് ഈ സൃഷ്ടി. ആ സൃഷ്ടിക്ക് ഹേതുവായി ജീവഭോഗം, അതിലൂടെ ജീവൻ, അങ്ങനെ ആ ജീവകർമ്മം എന്ന് പറഞ്ഞാൽ ജീവന്റെ സംസ്കാരമെന്നോ ജീവന്റെ ധർമാധർമ്മങ്ങളെന്നോ പറയാം. ഇങ്ങനെ ഇവ പരസ്പരം കാര്യകാരണ രൂപത്തിലിരിക്കുന്നു. അപ്പൊ സർവ പ്രാണി ശരീരങ്ങളും പൃഥിവിയും അങ്ങനെ പറയുന്നു. പരസ്പര അപേക്ഷ എന്നുകൂടെ പറഞ്ഞു. ഉപകാരി ഉപകാരക ഭാവം എന്ന് പറഞ്ഞു. അത് പരസ്പര കാര്യകാരണഭാവം എന്ന് പറഞ്ഞു. ഈ പൃഥ്വിയുടെ കാര്യങ്ങളും തമ്മിൽ പരസ്പരം കാര്യകാരണഭാവമുണ്ട്. ഒന്നിൽ നിന്ന് മറ്റൊന്നുണ്ടായി എന്നുള്ളതല്ല, രണ്ടും പരസ്പരം അപേക്ഷിച്ച് ഉണ്ടാകുന്ന ഒന്നാണ്. അതുമാത്രമല്ല, കിഞ്ചയം പുരുഷോ അസ്യാം പൃഥിവ്യാം, ഈ പൃഥ്വിയിലുള്ള പുരുഷൻ, ആ പുരുഷനെ കുറിച്ച് പറയുന്നത് എന്താണ്? തേജോമയനായ പുരുഷൻ. ചിന്മാത്ര, പ്രകാശമയനായ പുരുഷൻ. അമൃതമയ, അമരണധർമ്മ, ഈ സ്ഥൂല ശരീരം നശിക്കുന്നതിനോടൊപ്പം നശിക്കാത്ത പുരുഷൻ എന്ന് പറയുന്നു. ഇവിടെ പുരുഷനെ കുറിച്ച് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് പറയുന്നു, യശ്ചായം അസ്യാം പൃഥിവ്യാം തേജോമയോ അമൃതമയ പുരുഷ, യശ്ചായം അധ്യാത്മം ശാരീര, രണ്ട് പുരുഷന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. എന്ന് പറയുന്നത് ഈ പൃഥ്വിയിലുള്ള തേജോമയനായ നാശമില്ലാത്തവനായ പുരുഷനെന്ന് പറഞ്ഞിട്ട് അടുത്ത് ശാരീര പുരുഷനെന്ന് രണ്ടാമതൊരു പുരുഷനെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ രണ്ട് പുരുഷന്മാരെ കുറിച്ച് പറയുന്നതുകൊണ്ട് ഭാഷ്യകാരൻ പറയുന്നത് ആദ്യം ഈ പുരുഷൻ എന്ന് പറയുന്നത് സൂക്ഷ്മ ശരീരത്തെയാണ്. അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അസ്യാം പൃഥിവ്യാം തേജോമയനായിരിക്കുന്നു. സൂക്ഷ്മ ശരീരം തേജോമയമാണ്, ചിന്മാത്രമാണ്, പ്രകാശരൂപത്തിലാണ്. അതും അവിടെ യോജിക്കുന്നുണ്ട്. അമൃതമയനാണ്, ഈ സ്ഥൂല ശരീരം നശിക്കുമ്പോൾ അത് നശിക്കുന്നില്ല. അമരണധർമ്മ പുരുഷ, അപ്പൊ അത് സൂക്ഷ്മ ശരീരമായി. ഇനി ആ ശരീരത്തിലിരിക്കുന്ന പുരുഷനുണ്ട്, നമ്മൾ ജീവനെന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് അടുത്ത് പറയുന്ന യശ്ചായം അധ്യാത്മം ശാരീര, ശരീരേ ഭവ, ശാരീരം, ശാരീരപുരുഷൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരുഷൻ. അതും എങ്ങനെയാണ്? യശ്ചായം അധ്യാത്മം ശരീര തേജോമയ അമൃതമയ പുരുഷ, അതും തേജോമയനും അമൃതമയനുമായിരിക്കുന്നതാണ്. അതും ഒരു പുരുഷനാണ്. മുമ്പ് പ്രാണി ഭൂതങ്ങളെന്ന് ഉള്ളതുകൊണ്ട് ഉദ്ദേശിച്ച സ്ഥൂല ശരീരം, പിന്നെ ഇവിടെ തേജോമയനായ അമൃതമയനായ പുരുഷനെന്ന് രണ്ടാമത് പറഞ്ഞത് സൂക്ഷ്മശരീരം, മൂന്നാമത് ശാരീര പുരുഷനെന്ന് പറഞ്ഞു. ആ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരുഷൻ. ആണ് പറഞ്ഞ പൂർവ്വ തേജോമയോ അമൃതമയ പുരുഷ ലിംഗാഭിമാനി, സൂക്ഷ്മ ശരീരത്തിൽ അഭിമാനിക്കുന്നവൻ ജീവൻ. ഈ മൂന്നിനെ ഇവിടെ എടുത്തു. സ്ഥൂലം, സൂക്ഷ്മം, പിന്നെ അതിൽ ഉള്ള ചൈതന്യം. സജ സർവേഷാം ഭൂതാനോപകാരകത്വേന, അതും ഇതുപോലെ തന്നെ എന്താണ്? സർവത്തിനും കാര്യമായിരിക്കുന്നു, സർവവും അതിന് കാര്യമായിരിക്കുന്നു. അതെല്ലായിടത്തും യോജിക്കും. എങ്ങനെയാണോ പൃഥ്വിക്ക് സർവഭൂതങ്ങളും മധുവായിരിക്കുന്നത്, സർവഭൂതങ്ങൾക്കും പൃഥ്വി മധുവായിരിക്കുന്നു, അതുപോലെ തന്നെ ഇവിടെ സംഭവിക്കുന്നു. സ്ഥൂലത്തിൽ എങ്ങനെ സംഭവിക്കുന്നു അത് തന്നെ സൂക്ഷ്മത്തിലും സംഭവിക്കുന്നു എന്ന് ചുരുക്കം. പരസ്പരാപേക്ഷിതമായിരിക്കുന്നു, പരസ്പരം
ഇവിടുന്ന് ഉപകാരി ഉപകാരഭാവത്തിലിരിക്കുന്നു, അല്ലെങ്കിൽ കാര്യകാരണഭാവത്തിലിരിക്കുന്നു. ഇവിടെ സർവവും സർവാണിജ ഭൂതാനി അസ്യ മധു കാര്യമാണ്. അവിടെ ചേർത്തോളണം. പുരുഷു യശ്ച എന്ന് പറഞ്ഞല്ലോ, ച ശബ്ദം കൊണ്ട് അവിടെയും സർവഭൂതങ്ങളിലും ഇതിന്റെ കാര്യമായിരിക്കുന്നു, ഇത് സർവഭൂതങ്ങൾക്കും കാര്യമായിരിക്കുന്നു. ഏവം ഏതത് ചതുഷ്ടയം തവദേകം സർവഭൂതകാര്യം. ഇവിടെ 4 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് പൃഥിവി, രണ്ടാമത് സർവശരീരങ്ങളും പ്രാണിശരീരങ്ങളും, 3 സൂക്ഷ്മശരീരം, 4 ലിംഗാഭിമാനിയായിരിക്കുന്ന ജീവൻ. ഇതെല്ലാം പരസ്പര അപേക്ഷിക്കുന്നു, പരസ്പരം കാര്യകാരണങ്ങളാണ്. ഏവം ഏതത് ചതുഷ്ടയം തവദേകം സർവഭൂതകാര്യം സർവാണി ഭൂതാനി അസ്യ കാര്യം. ഇതിനെ നമുക്ക് ഒന്നായിട്ടെടുക്കാം. ഇത് സർവ പ്രാണികളുടെയും കാര്യമാണ്. സ്ഥൂലരൂപത്തിലായാലും ശരി, സൂക്ഷ്മരൂപത്തിലായാലും ഇത് സർവ പ്രാണികളുടെയും കാര്യമാണ്. സർവപ്രാണികളും ഇതിന്റെ കാര്യവുമാണ്. ഇതെല്ലാം പരസ്പര അപേക്ഷിച്ച് നിലനിൽക്കുന്നു. ഒന്നിനെ കാര്യമെന്നും മറ്റൊന്നതിനെ കാരണമെന്നും എടുക്കാം, തിരിച്ചു. അതോ ഏകകാരണ പൂർവകത. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ലോകം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ പരസ്പരം കാര്യകാരണഭാവത്തിലിരിക്കുന്നു. അതുകൊണ്ട് ഏക കാരണപൂർവകത. ഇങ്ങനെ കാര്യകാരണ രൂപത്തിലിരിക്കുന്ന ഇത് ഒരു കാരണം. ഈ കാര്യകാരണ രൂപത്തിലിരിക്കുന്നു എന്ന് പറയുന്നത് ഈ സൃഷ്ടിയാണ്. അതുകൊണ്ട് ഇതിന് ഒരു കാരണമുണ്ട്, ഏകകാരണപൂർവകത. ഒരു കാരണത്തിലാണിത് സംഭവിക്കുന്നത്. ഇവയ്ക്ക് പരസ്പരം കാര്യകാരണ ബന്ധമുണ്ടെങ്കിൽ യസ്മാത് ഏകസ്മാത് കാരണാത് ഏതത് ജാതം. ഇവിടെ പറയുന്നുണ്ട് സ്വപ്നോ അത്ര ദൃഷ്ടാന്തോ അനുസന്ദേഹ. ഇതെങ്ങനെ ശരിയാകുന്നത്? ഇതെല്ലാം പരസ്പരമായി കാര്യകാരണ ബന്ധത്തിലിരിക്കുന്നു എന്നാണ് ഇതിനൊരു കാരണമുണ്ടെന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി സ്വപ്നത്തെ മനസ്സിലാക്കുക. സ്വപ്നത്തിൽ ഒരു കാരണമാണ് സ്വപ്നദ്രഷ്ടാവ്. ആ ദൃഷ്ടാവിന്റെ മുമ്പിൽ ഒരുപാട് ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങളെല്ലാം പരസ്പരം അപേക്ഷിച്ചിരിക്കുന്നു. ഇവിടത്തെ പോലെ തന്നെ പരസ്പരാപേക്ഷിതമായിരിക്കുന്നു. അതിവിടെ എങ്ങനെയാണോ ഇതെല്ലാം പരസ്പരാപേക്ഷിതമായിരിക്കുന്നു, ഇവിടെ ഏതെങ്കിലും ഒന്നിന് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയും. ഏതെങ്കിലും ഒരു ഭൂതത്തിനോ പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം ഏതെങ്കിലും ഒന്നിനും ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയില്ല. കാരണം ഈ ശരീരം പോലും അതിന്റെ സംഘാതമാണ്. ഒന്നിനും ഇവിടെ ഏകമായി നിൽക്കാൻ കഴിയില്ല. ഒന്നും മറ്റൊന്നിനെ ആശ്രയിച്ചേ നിൽക്കൂ. എല്ലാം പരസ്പരം ആശ്രയിക്കുന്നു, അപേക്ഷിക്കുന്നു. ഈ അനുഭവം എവിടെയുണ്ടോ അവിടെയെല്ലാം ഇത് തന്നെയാണ്. സ്വപ്നത്തിൽ ഇത് തന്നെ. അവിടെയും എല്ലാം പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്നു. പക്ഷെ അവിടെ ഒരു കാര്യം വ്യക്തമാണ്. എന്താണ്? ഇതെല്ലാം ഒരു ദൃഷ്ടാവിനെ ആശ്രയിച്ച് നിൽക്കുന്നു. ഒരു ദൃഷ്ടാവിന് ഇതെല്ലാം നിലനിൽക്കുന്നു. അതവിടെ സ്പഷ്ടമാണ്. സ്വപ്നദ്രഷ്ടാവിന്റെ ദൃശ്യങ്ങളായിരുന്നു അതല്ല. അന്ന് യസ്മാത് ഏകസ്മാത് കാരണാത് ഏതത് ജാതം. സ്വപ്നദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കാം. തത് ഏവ ഏകം പരമാർത്ഥതഃ ബ്രഹ്മ. അതൊന്നാണ് പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നത്.
അതിനെയാണ് ഇവിടെ ബ്രഹ്മ. കാരണം ഇവിടെ അതിനെക്കുറിച്ചാണ് ചോദ്യവും. അവസാനം പറയുന്ന എന്താണ്? ബ്രഹ്മ ഇതം സർവം. അപ്പൊ പരമാർത്ഥത്തിലുള്ളത് അതാണ്. ഇതര കാര്യം, ബാക്കിയുള്ളത് കാര്യങ്ങളെക്കുറിച്ച് എന്താ പറയുന്നത്? വാചാരംഭണം വികാരവും നാമധേയ മാത്രം ഇത്യേഷ മധുപര്യായാണ് സർവേഷ അർത്ഥ സംക്ഷേപം. ഇവിടെ ഈ മധുപര്യായങ്ങളെന്ന് വെച്ചാൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. പൃഥ്വിയെ കുറിച്ച് പറയുന്നു, അടുത്ത തേജസ്സിനെ കുറിച്ച് പറയുന്നു, വായുവിനെ കുറിച്ച് പറയുന്നു. അതിനാണ് മധുപര്യായങ്ങളെന്ന് പറയുന്നത്. ആ കാര്യകാരണ നൈരന്തര്യത്തെക്കുറിച്ച് പറയുന്നു. ഇതിന്റെ സംക്ഷേപമായ അർത്ഥം ഇതാണ്. ഇതെല്ലാം പരസ്പരം കാര്യകാരണ രൂപത്തിൽ ഒന്നിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു, സ്വപ്നം പോലെ. ആ ഒന്ന് പരമാർത്ഥ ബ്രഹ്മം എന്ന് പറഞ്ഞു. അപ്പോ ജാഗ്രത്തിൽ ഇവിടെ അനുഭവപ്പെടുന്ന വസ്തുക്കൾ പരസ്പര അപേക്ഷിതമാണ്, ഏകമായ ഒന്നിനെ ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോൾ, ആ ഏകമായ ഒന്ന് ബ്രഹ്മം എന്ന് പറയുമ്പോൾ എന്താണ് ആ ബ്രഹ്മം? അത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് സ്വപ്നത്തിൽ പരിശോധിക്കാൻ. ജാഗ്രതത്തിൽ വ്യക്തമാകാത്തത് എങ്ങനെയാ സ്വപ്നത്തിൽ വ്യക്തമാകുന്നു? കാരണം സ്വപ്നത്തിനെ സംബന്ധിച്ച് ഒരു കാര്യം ഉറപ്പുണ്ട്, ജാഗ്രതത്തിനെ സംബന്ധിച്ച് അത്രയും വ്യക്തതയില്ല. കാരണം ജാഗ്രതത്തിനെ സംബന്ധിച്ച് ബാഹ്യമായ പദാർത്ഥങ്ങൾ ഇത് പരസ്പരം കാര്യകാരണ ബന്ധമുള്ളതാണ്. എന്നാലും ബാഹ്യമായ പദാർത്ഥങ്ങളുടെ അസ്തിത്വം അത് കൂടുതൽ വ്യക്തമാണ് ജാഗ്രത. അതുകൊണ്ട് ആ ബാഹ്യ പദാർത്ഥങ്ങളുടെ അസ്തിത്വം അല്ലാതെ ബ്രഹ്മം എന്ന് പറയുന്ന ഒന്നിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാവർക്കും ബ്രഹ്മത്തെ അംഗീകരിക്കാൻ പ്രയാസം വരുന്നത്. എന്താ ബ്രഹ്മം? ബാഹ്യമായി ഓരോ വസ്തുക്കളും നിലനിൽക്കുന്ന സ്വയം, ഓരോ വസ്തുവും ഭിന്നമായി സ്വതന്ത്രമായി ഇവിടെ നിലനിൽക്കുന്ന അനുഭവമുണ്ട്. പിന്നെ ഇവിടെ ഇനി ഒരു ബ്രഹ്മത്തെ കൊണ്ടുവരേണ്ട ആവശ്യം തോന്നുന്നു. പഞ്ചഭൂതങ്ങളാണെങ്കിൽ തന്നെ പൃഥ്വി, അപ്പ്, തേജസ്, വായു, ഇങ്ങനെ ഓരോന്നും സ്വതന്ത്രമായി നിലനിൽക്കുകയല്ലേ. ഇവിടെ എവിടുന്നായി ബ്രഹ്മത്തെ കൊണ്ടുവരുന്നു? സ്വപ്നത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല, അവിടെ കൂടുതൽ വ്യക്തമാണ്. എന്തുകൊണ്ട്? സ്വപ്നദൃഷ്ടാവാണ് സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. സ്വപ്നദൃഷ്ടാവിന് ഒരു കാര്യം ഉറപ്പുണ്ട്, എന്താണ്? അവിടെ ദ്രഷ്ടാവായ താൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ദ്രഷ്ടാവായ തന്നെയാണ് പറയുന്നത് സർവാധാരമായി. ഇവിടെ പറയുന്നു ഏകം പരമാർത്ഥത എന്ന് പറയുന്നു. അക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. താൻ ദ്രഷ്ടാവായ താനാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിനെയാണ് ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അനുഭവപ്പെട്ട ഈ പ്രപഞ്ചം, വളരെ വിസ്താര രൂപത്തിലുള്ള ആ പ്രപഞ്ചം, അത് ദ്രഷ്ടാവായ തന്നിലായിരുന്നു. അവിടെ ഈ ലോകം ഈ അറിവിന് തടസ്സം നിൽക്കുന്നില്ല. ഇവിടെ അങ്ങനെയല്ല. ഇങ്ങനെ ഒരു അറിവ് ഉണ്ടായാലും ഈ പ്രപഞ്ചാനുഭവം തടസ്സമായി നിൽക്കും. കാരണം പ്രപഞ്ചാനുഭവത്തിലുള്ള അസ്തിത്വബോധം അത്രയും ദൃഢമാണ്. സ്വപ്നാനുഭവത്തിലുള്ള ആ അസ്തിത്വബോധം നശിച്ചുപോയി. ഇപ്പൊ സ്വപ്നമില്ല. സ്വപ്നത്തിലിരുന്നുകൊണ്ടല്ലല്ലോ നമ്മൾ ചിന്തിക്കുന്നത്, ജാഗ്രതത്തിലിരുന്നുകൊണ്ടാണ്. ജാഗ്രതത്തിലിരുന്ന് സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ബാധിച്ചുപോയ ഒരു അനുഭവമാണ്, ഇല്ല അവിടെ. പക്ഷെ സ്വപ്നദൃഷ്ടാവ് അത് സത്യമായിട്ട് ഉണ്ട്, അതിനെ നിഷേധിക്കാൻ വയ്യ. അപ്പോ എന്താണ്? ഏകസ്മാത് കാരണ, ആ സ്വപ്നദൃഷ്ടാവാകുന്ന ആ കാരണത്തിൽ നിന്ന് ഏതജ്ജാതം, ഇതെല്ലാം ഉണ്ടായി. അവിടെ എന്തൊക്കെയാണോ അനുഭവിച്ചത് അത് പരസ്പരം കാര്യകാരണ ബന്ധത്തിലായിക്കൊള്ളട്ടെ, പക്ഷെ എല്ലാം അവിടെ ഉണ്ടായി. തദൈവ ഏകം പരമാർത്ഥത, അത് ഒന്ന് പരമാർത്ഥം. അവിടെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും അത് തന്നെയാണ് അനുഭവപ്പെടുന്നത്.
ഇവിടെയും വാചാരംഭണമായി വികാരമായി അനുഭവപ്പെടുന്ന ഇതും ഈ ജാഗ്രത ദ്രഷ്ടാവ് ആശ്രയിച്ച് നിൽക്കുന്നതാണ്. ഇവിടെ ഇപ്പൊ അതിനെ ചിന്തിക്കുകയെല്ലാം ചെയ്യുമ്പോൾ അതിലെല്ലാം അസ്തിത്വം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അതും ഈ ദൃഷ്ടാവിന് സ്വപ്നത്തെ ഒരു ദൃഷ്ടാന്തമായിട്ടെടുത്ത് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇതും ഈ ദൃഷ്ടാവിനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്, ഈ ജാഗ്രത ദൃഷ്ടാവ്. അതാണ് സത്യം എന്നുള്ള കാര്യം മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഭാഗങ്ങളെല്ലാം. യശ്ചായം അധ്യാത്മ ശാരീര തേജോമയോ അമൃതമയ പുരുഷ അയമേവ സ യോയമാത്മാ അയമേവ സ യോയം പ്രതിജ്ഞാത ഇതം സർവം യദയം ആത്മാ. മുമ്പ് അതിന്റെ തുടക്കത്തിൽ പറഞ്ഞു, യാജ്ഞവൽക്യം പറഞ്ഞു, ഇതം സർവം യദയം ആത്മാ, ഇതെല്ലാം ആത്മാവാണ്. ദൃശ്യമായ പ്രപഞ്ചത്തെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത് ഇത് ഈ കാണുന്നത് എന്നാണ് മുമ്പ് പറഞ്ഞത്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇതം എന്ന് പറയുന്ന ശബ്ദം നപുംസകലിംഗത്തിൽ പറയുമ്പോൾ അയം എന്ന് പുല്ലിംഗത്തിൽ പറയും. രണ്ടും ഒരർത്ഥം തന്നെ. അവിടെ പറഞ്ഞു ഇതം സർവം യദയം ആത്മാ. ആത്മാവിന്റെ വിശേഷണമായി പറയുമ്പോൾ അയമേവ സ. യോയം ആത്മാ ഇതം അമൃതം. ഇതം അമൃതം യത് മൈത്രേയ അമൃതത്വ സാധനമുക്തം ആത്മവിജ്ഞാനം ഇതം തദമൃതം. യത് മൈത്രേയേ ചതുർത്ഥിയാണ്. മൈത്രേയിക്ക് വേണ്ടി യാജ്ഞവൽക്യന് ഉപദേശിച്ചു. എന്താണ് അമൃതത്വ സാധനം? ഇവിടെ എന്താ ഈ സംഭാഷണത്തിലൂടെ നടക്കുന്നത്? അമൃതത്വത്തിന്റെ ഉപായം, അമൃതത്വ സാധനം, അമൃതത്വ ഉപായമായ ജ്ഞാനം, അത് യാജ്ഞവൽക്യൻ മൈത്രേയിക്ക് കൈമാറുകയാണ് ഉപദേശത്തിലൂടെ. മൈത്രേയി എന്ന് പറഞ്ഞു, മൈത്രേയിക്ക് വേണ്ടി അത് ഉപദേശിച്ചു. ആത്മവിജ്ഞാനം അയമേവ സ യോയമാത്മാ. മുമ്പ് പറഞ്ഞല്ലോ ഇതം സർവം യദയമാത്മാ എന്ന് പറഞ്ഞു. ആ ആത്മാവിനെ സംബന്ധിച്ചുള്ള, ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം, അതാണ് അമൃതം. ഇതം അമൃതം എന്ന് പറയുന്നത്. ഇവിടെ അമൃതം എന്ന് പറയുന്നത് ജ്ഞാനത്തെക്കുറിച്ചാണ്. ആത്മവിജ്ഞാനം ഇതം അമൃതം. അത് ഇവിടെ എങ്ങനെ അതിനെ അവതരിപ്പിച്ചു? സ്ഥൂലമായ ഈ പൃഥിവി, അതിലെ പ്രാണി ശരീരങ്ങൾ, പിന്നെ അതിനകത്തുള്ള സൂക്ഷ്മ ശരീരം, അതിന് പറഞ്ഞു യച്ഛായം അധ്യാത്മ എന്ന് പറഞ്ഞു. ആത്മാ എന്ന് പറഞ്ഞ ശരീരം എന്നാണ് അവിടെ അർത്ഥം. ഈ സ്ഥൂലമായ ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്നത് അധ്യാത്മം, എന്ത് സൂക്ഷ്മമായ ശരീരം, പിന്നെ അതിൽ അഭിമാനിക്കുന്ന ജീവൻ. ഈ 4 തരത്തിൽ പറഞ്ഞു. ഇതെല്ലാം ജീവൻ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. ഈ 4 ചതുഷ്ടയ കൽപ്പനാധിഷ്ഠാനം. ഈ ചതുഷ്ടയ കൽപ്പന, ഈ കൽപ്പനയ്ക്ക് ആധാരമായിരിക്കുന്ന എന്താണ്? ഈ 4 തരത്തിൽ കൽപ്പിക്കുന്നതാണ്. അതാണ് ബ്രഹ്മം എന്നിവിടെ പറയുന്നു. അതിനാണെന്ന് പറഞ്ഞത് ഇതം സർവം യദയം ആത്മാ എന്ന് പറഞ്ഞത്.
അപ്പൊ ഇവിടെ എന്താണോ അനുഭവപ്പെടുന്നത് അതിനെല്ലാം പരസ്പരം കാര്യകാരണ ബന്ധത്തിൽ മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഇതിനൊരു അധിഷ്ഠാനമുണ്ട്. ആ അധിഷ്ഠാനത്തെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അനുഭവിക്കുന്നതിന് ഇങ്ങനെ നാലായി വിഭജിച്ച് കാണിച്ചത്. ഈ വിഭാഗത്തിലൂടെ ഇതിന്റെ അധിഷ്ഠാനമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ മനസ്സിലാക്കണം. അതിനെക്കുറിച്ചുള്ള വിജ്ഞാനം നമ്മൾ പറയുന്ന ബ്രഹ്മവിഷയം വിജ്ഞാനം. അതിനോട് പറഞ്ഞിരിക്കുന്ന അമൃതം, ഇതം അമൃതം. എന്തുകൊണ്ട് അതിന് അമൃതം എന്ന് പറഞ്ഞു? അമൃതത്വ സാധനം. അത് അമൃതത്വത്തിന് സാധനമാണ്, ഉപായമാണ്. അമൃതത്വത്തിന് സാധനമായതുകൊണ്ട് അതിനെയും പറഞ്ഞു അത് അമൃതമാണ്. അപ്പൊ മുമ്പ് ഇതം സർവം യദയം ആത്മാ എന്ന് പറഞ്ഞു. അതിനെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഈ അനുഭവിക്കുന്ന ഈ പ്രപഞ്ചത്തെ നാലായി വിഭജിച്ചു. പറഞ്ഞിതെല്ലാം പരസ്പരം അപേക്ഷത്തിൽ നിൽക്കുന്നതാണ്. ഇതിനൊരു അധിഷ്ഠാനം വേണം. അതാണ് പരമാർത്ഥ ബ്രഹ്മം. അതിനെക്കുറിച്ചുള്ള ജ്ഞാനം, അതാണ് അമൃതത്വ സാധനമായി ഞാൻ നിനക്ക് ഉപദേശിക്കുന്നത്. ഈ ജ്ഞാനത്തിലൂടെ അമൃതത്വത്തെ പ്രാപിക്കുക. ഇതം ബ്രഹ്മ. അത് കഴിഞ്ഞ് പറയുന്നു ഇതം ബ്രഹ്മ. കാരണം മുമ്പ് പറഞ്ഞു യത് ബ്രഹ്മത്തെ ബ്രവാണി ജ്ഞപയിഷ്യാമി ഇത്യധ്യായാതു പ്രകൃതം യത് വിഷയാച വിദ്യ ബ്രഹ്മവിദ്യ ഇത്യുച്യതേ. ഇത് ബ്രഹ്മമാണ് എന്നാ പറയുന്നത്. സാധാരണ ഇതെന്ന് പറയും നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിനാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ അമൃതത്വത്തിന് സാധനമായ വിജ്ഞാനത്തെ അമൃതമെന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു ഇതം ബ്രഹ്മ. ഇതാണ് ബ്രഹ്മ. എനിക്ക് നിന്നോട് പറയാനുള്ള ബ്രഹ്മം ഇതാണ്. യത് ബ്രഹ്മത്തെ ബ്രവാണി. മുമ്പ് പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ നിന്നോട് ബ്രഹ്മത്തെ ഉപദേശിക്കാം. ജ്ഞപയിഷ്യാമി. വീണ്ടും പറഞ്ഞു വ്യക്തമായി ഞാൻ നിന്നെ ബോധിപ്പിക്കാം. ഇത് അധ്യായാതു പ്രകൃതം. ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ യാജ്ഞവൽക്യം പറഞ്ഞു. എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചു. യത് വിഷയാച വിദ്യ ബ്രഹ്മവിദ്യ. അതിനെയാണ് ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത്. ഏതൊരു തത്വത്തെയാണോ ബ്രഹ്മം എന്ന ശബ്ദം കൊണ്ട് ബോധിപ്പിച്ചത് ആ തത്വത്തെക്കുറിച്ചുള്ള വിദ്യ ബ്രഹ്മവിദ്യ എന്ന് പറയും. ആ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു ഇതം ബ്രഹ്മം. ഇതാണ് ബ്രഹ്മം. അതെന്താ അങ്ങനെ പറയാൻ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? പറയുന്നു സയേവാത്മാ മുക്ത ചതുർവിധ മധ്വാത്മക. ഈ ബ്രഹ്മത്തെ തന്നെ ഇവിടെ 4 തരത്തിൽ വിശദീകരിച്ച് ബ്രഹ്മത്തെ തന്നെയാണ്. എങ്ങനെയെല്ലാം പറഞ്ഞു? പൃഥിവി പറയുന്നു സയേവ ആത്മാ അയം ഉക്ത ചതുർവിധ മധ്വാത്മക. 4 തരത്തിലുള്ള മധ്വം എന്ന് പറഞ്ഞു. ഒന്ന് പൃഥിവി, പിന്നെ ഈ ശരീരങ്ങൾ, പിന്നെ സൂക്ഷ്മ ശരീരം, ലിംഗാഭിമാനി ആയ ചൈതന്യം. 4ആയിട്ട് വിഭജിച്ച് പറഞ്ഞ് ഈ ഒരു ബ്രഹ്മത്തെ തന്നെ. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? തദ് അധിഷ്ഠാനാത്മക. ഈ 4നെയും ബ്രഹ്മം എന്നെന്തുകൊണ്ട് പറയുന്നു? ഇതെല്ലാം അതിന്റെ അധിഷ്ഠാന സ്വരൂപമാണ്. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നു വാചാരംഭണം വികാരവും നാമധേയ മാത്രം. ഇതെല്ലാം നാമധേയ മാത്രമാണ്. ഇവ ഇങ്ങനെ പരസ്പര കാര്യകാരണ ബന്ധത്തിൽ ഇവിടെ നിലനിൽക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ ഇതിന് സ്വതന്ത്രമായൊരു നിലയുണ്ടെന്ന് കരുതണ്ട. ഇത് അതിന്റെ അധിഷ്ഠാന രൂപമാണ്. ഇതിനെന്തുകൊണ്ട് ഇത് അധിഷ്ഠാന രൂപം എന്തുകൊണ്ടാണ് പറയുന്നത്?
ഇവിടെ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. ഒന്ന് ചതുർവിധ മതം, 4 തരത്തിലുള്ള മതം, 4 തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. 4 തരത്തിലുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് പറയുന്നു അത് 4 കാരണവുമാണെന്ന് പറയുന്നു. അങ്ങനെ നമുക്ക് അനുഭവ വിഷയമായിരിക്കുന്ന എല്ലാത്തിനെയും ഈ 4 ഉൾപ്പെടുത്തി പറയുന്നു. ഇതിന് പറയുന്നു ഇതിനൊരു അധിഷ്ഠാനമുണ്ട്. ഈ 4 ആ അധിഷ്ഠാന സ്വരൂപമാണ്. അതുകൊണ്ട് ഇത് എന്താണ്? ഇതം ബ്രഹ്മ, ഇത് ബ്രഹ്മമാണെന്ന് പറയുന്നു. ഇത് ബ്രഹ്മമാണെന്നുള്ളത് ഇതിന്റെ അധിഷ്ഠാനത്തെ പറയാം. പക്ഷെ ഇതിനെ എങ്ങനെ ബ്രഹ്മമെന്ന് പറയാൻ പറ്റും? ഇത് കാര്യകാരണ രൂപത്തിലുള്ളതാണ്, പരസ്പരം അപേക്ഷിക്കുന്നതാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഇതിനെ ബ്രഹ്മമെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇതിന്റെ അധിഷ്ഠാനത്തിലേ ബ്രഹ്മമെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് പറഞ്ഞു ഇത് തദധിഷ്ഠാനാത്മക, ഇതെല്ലാം അധിഷ്ഠാന സ്വരൂപം തന്നെ. അധിഷ്ഠാനം എന്ന് പറയുന്നതാണ്, അതിനാണ് പറഞ്ഞത് അത് സ്വപ്ന ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. സ്വപ്ന ദൃഷ്ടാന്തത്തിൽ എന്തൊക്കെ അനുഭവപ്പെട്ടോ അതെല്ലാം സ്വപ്ന ദൃഷ്ടാവ് തന്നെ. വേറെ എന്തെങ്കിലും അവിടെ വന്നു, അവിടെ ആനയോ കുതിരയോ എന്തെങ്കിലും വന്നു? ഒന്നും വന്നില്ല. അവിടെ പലതരത്തിൽ അനുഭവപ്പെട്ടു, അത് തമ്മിൽ പരസ്പരം കാര്യകാരണ ബന്ധമുണ്ട്, എല്ലാം ആയിക്കോട്ടെ. പക്ഷെ അവിടെ സ്വപ്ന ദൃഷ്ടാവല്ലാതെ രണ്ടാമതൊരു വസ്തു അവിടെ ഉണ്ടായിരുന്നു ഇല്ല. എന്തുകൊണ്ടാ അങ്ങനെ പറയാൻ കാരണം ഇവിടെ പറയുന്നു തേഷാം തദ് വിവർത്തയത്തയ തദാത്മകത്വ. എന്തുകൊണ്ടാ പറയുന്നത് സ്വപ്നത്തിൽ കണ്ടതെല്ലാം സ്വപ്ന ദൃഷ്ടാവ് മാത്രമാണ്? യുക്തി കൊണ്ട് ചിന്തിച്ചാലും സ്വാനുഭവത്തിലായാലും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഓർമ്മിച്ച് നോക്കിയാലും എല്ലാം ബോധ്യപ്പെടുന്ന കാര്യമാണ്. അവിടെ ദൃഷ്ടാവ് മാത്രമേ ഉള്ളൂ. എന്തൊക്കെ അനുഭവപ്പെട്ടോ അതെല്ലാം ആ ദൃഷ്ടാവ് തന്നെ. സ്വപ്നത്തെ അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇവിടെ എങ്ങനെ അത് ശരിയാകും? സ്വപ്നത്തെ എന്തുകൊണ്ടാണ് ദൃഷ്ടാവ് മാത്രമെന്ന് പറയുന്നത്? സ്വപ്നത്തിൽ ദൃശ്യമായതെല്ലാം ആ ദൃഷ്ടാവിൽ വിവർത്തമാണ്. വിവർത്തം എന്ന് വെച്ചാൽ ദൃഷ്ടാവിൽ അനുഭവപ്പെട്ടതാണ്, കാണപ്പെട്ടതാണ് അവിടെ. അല്ലാതെ വേറെ അവിടെ വിശേഷം എന്തെങ്കിലും ഉണ്ടായോ? വിശേഷമൊന്നും ഉണ്ടായില്ല. ദൃഷ്ടാവിൽ അനുഭവപ്പെട്ടതാണ്, ഒരനുഭവം. അപ്പൊ ഇവിടെ ഈ അനുഭവപ്പെടുന്ന പൃഥിവിയാദികൾ ഇതും ഒരനുഭവമല്ലേ? അനുഭവം എന്നുള്ള നിലയ്ക്ക് സ്വപ്നവും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? സ്വപ്നവനനുഭവം, ഇതും ഒരനുഭവം. സ്വപ്നത്തിനുകൊണ്ട് പരസ്പര കാര്യകാരണഭാവം, ഇതും പരസ്പരം കാര്യകാരണ ബന്ധത്തിൽ സ്ഥിതി ചെയ്യുന്നു. ദൃഷ്ടാവിൽ അനുഭവപ്പെട്ടതുകൊണ്ടാണ് സ്വപ്നത്തെ നമ്മൾ പറയുന്നത് വിവർത്തം എന്ന് പറയുന്നത്. ആ സ്വപ്നത്തെ കണ്ട ദൃഷ്ടാവിൽ അത് അനുഭവപ്പെട്ടു. എന്താ ഇവിടെയും ഇതിനെ കാണുന്ന ദൃഷ്ടാവിലാണ് ഇത് അനുഭവപ്പെടുന്നത്. സ്വപ്നത്തിൽ ആ ദൃഷ്ടാവിൽ അനുഭവപ്പെട്ടതുകൊണ്ട് വിവർത്തം എന്ന് പറഞ്ഞു. വിവർത്തമായതുകൊണ്ടെന്ന് പറയുന്നത് അത് തദാത്മാവാണ്, അതാ ദൃഷ്ടസ്വരൂപമാണ്. അനുഭവം എന്നുള്ള ഒന്നിനെ എടുത്തുകൊണ്ട് പറയുകയാണ്. അവിടെ അനുഭവപ്പെട്ടതല്ല ആ ദൃഷ്ടസ്വരൂപമാണ്. അത് ഒരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ ആർക്കും ബോധിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെയും ദൃഷ്ടാവുണ്ട്, ഇവിടെയും അനുഭവമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതും ആ ദൃഷ്ടസ്വരൂപം തന്നെ ആയിരിക്കണം. അപ്പോ സ്വപ്നത്തിൽ കണ്ടത് വിവർത്തമാണെന്ന് അംഗീകരിക്കുന്നു. എന്നുവെച്ചാൽ ദൃഷ്ടാവിൽ പ്രതീതമായത്. അങ്ങനെയാണെങ്കിൽ ജാഗ്രതത്തിലും ദൃഷ്ടാവുണ്ട്, ജാഗ്രതത്തിലും പ്രതീതിയുണ്ട്. ജാഗ്രതത്തിൽ അനുഭവപ്പെടുന്നതും ദൃഷ്ടാവിൽ പ്രതീതമാണ്. അതുകൊണ്ട് ഇത് വിവർത്തമാണ്. അതുകൊണ്ട് ഇത് ആ ദൃഷ്ടസ്വരൂപം തന്നെ തദാത്മകമാണ്. അവിടെ ദൃഷ്ടാവിനെ പറയുന്നു അധിഷ്ഠാനം. ഇവിടെയും ദൃഷ്ടാവ് അധിഷ്ഠാനമാണ്. എന്താ ഇവിടെ പ്രതീതിയില്ല, അനുഭവമില്ല എന്ന് പറയാൻ പറ്റും? അത് പറയാൻ കഴിയത്തില്ലല്ലോ. ഇവിടെ അനുഭവിക്കുന്നത് പോലെ അല്ല അവിടെ അനുഭവിച്ചതെന്ന് പറയാൻ പറ്റും.
ആ അനുഭവ സമയത്ത് ഇതുപോലെ തന്നെ അത് അനുഭവിച്ചത്. ഇവിടെ എന്തെല്ലാം വിശേഷതകളുണ്ടോ അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിനെ ദൃഷ്ടാന്തമായി ചിന്തിക്കാൻ പറയുന്നത്. ഇത് സ്വപ്നമെന്നല്ല പറയുന്നത്, ഇത് ജാഗ്രത തന്നെയാണ്. എന്നാൽ സ്വപ്ന ദൃഷ്ടാന്തത്തിലൂടെ ഇതിനെ മനസ്സിലാക്കുമ്പോൾ സ്വപ്നത്തിൽ കണ്ട എല്ലാത്തിനെയും കുറിച്ചും പറയുന്നത് എന്താണ്? ഇതം സർവം യഥയം ആത്മാ. നമ്മൾ സ്വപ്നത്തിലിരുന്ന് സ്വപ്നം കണ്ടുകൊണ്ട് പറയുന്നു എന്ന് വിചാരിക്കുക. പറയും ഈ കാണുന്നതല്ല, ഈ ദൃഷ്ടാവ് തന്നെ. ഒരാൾ സ്വപ്നത്തിൽ അത് വിവർത്തമാണെന്നും മനസ്സിലാക്കുകയാണെങ്കിൽ അയാൾക്ക് പറയാമല്ലോ, ഇതല്ല ഈ ദൃഷ്ടാവ് തന്നെ. അതിന് കാരണം പറയുന്നത് അത് വിവർത്തമാണ്. വിവർത്തം അധിഷ്ഠാന സ്വരൂപമാണ്. ഈ ദൃശ്യത്തെ വിവർത്തത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് മിഥ്യ. പര്യായ ശബ്ദമാണ് മിഥ്യ എന്ന് പറയുന്നത്. അപ്പോൾ ദൃശ്യത്തെ ഒരു സ്ഥലത്ത് മിഥ്യയാണ് അല്ലെങ്കിൽ വിവർത്തമാണ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടി പറയുന്നത്? അത് അധിഷ്ഠാന സ്വരൂപമാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇവിടെ പറയുന്നത് തേഷാം തദ് വിവർത്തതയാ തദാത്മകത്വ. അത് സ്വപ്നത്തിലായാലും ശരി ജാഗ്രതത്തിലായാലും ശരി ദൃശ്യമായത് അനുഭവവിഷയമായിരിക്കുന്ന ഈ ചതുഷ്ടയം ചതുർവിധമധു എവിടെയായാലും ശരി അത് വിവർത്തമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പറയുന്നതിന്റെ ഉദ്ദേശം അത് മിഥ്യയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ താല്പര്യം, അങ്ങനെ പറയുന്നതിന്റെ താല്പര്യം അത് തദാത്മകമാണ്. എവിടെയാണോ അത് അനുഭവപ്പെടുന്നത് തത്സ്വരൂപമാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അത് സ്വപ്നത്തിൽ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അവിടെ അനുഭവപ്പെട്ടതല്ല ആ ദൃഷ്ടസ്വരൂപം തന്നെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ അനുഭവപ്പെടുന്നതെല്ലാം ഈ ദൃഷ്ടസ്വരൂപം തന്നെ തത്സ്വരൂപമാണ്. ആ ദ്രഷ്ടാവിലൂടെ എന്ത് പറഞ്ഞു? പരമാർത്ഥതോ ബ്രഹ്മ. അതാണ് പരമാർത്ഥമായ ബ്രഹ്മ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതോ ഇതരത്കാരം വാചാരംഭണം വികാരം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം വിവർത്തമാണ് അല്ലെങ്കിൽ മിഥ്യയാണ് എന്ന് പറഞ്ഞാൽ തദാത്മകമാണ്. എന്തെല്ലാം ഇവിടെ അങ്ങനെ അനുഭവപ്പെടുന്നോ അതെല്ലാം തത്സ്വരൂപമാണ്. തത്വമസിയിൽ ആ തത്തിനെയാണ് പറഞ്ഞത് ത്വം എന്ന് പറഞ്ഞാൽ അതിനെയാണ് ആ തത്തിന്. ഇവിടെ എന്തായി? അത് സ്വസ്വരൂപമാണ്, ദൃഷ്ടസ്വരൂപമാണ്. അപ്പം വിവർത്തം അല്ലെങ്കിൽ മിഥ്യ എന്ന് പറയുന്നത് എന്തായി? അത് വിവർത്തമായതുകൊണ്ട് അതാണ് ഇവിടെ പറയുന്നത് തദ്വിവർത്തതയാ. അതിനെ വിവർത്തമായി അംഗീകരിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ എന്തായി അംഗീകരിക്കേണ്ടി വരും? സത്യമായി അംഗീകരിക്കേണ്ടി വരും. ഈ പ്രപഞ്ചത്തെ ഇതം ബ്രഹ്മ, ഇതെല്ലാം ബ്രഹ്മമാണെന്ന് പറയണമെങ്കിൽ ഇതിനെ സത്യമായി അംഗീകരിക്കേണ്ടി വരും. എന്നുവെച്ചാൽ എങ്ങനെ വരും? സത്യമല്ല, പരമാർത്ഥത ബ്രഹ്മ, പരമാർത്ഥ ബ്രഹ്മമായി ഈ പ്രപഞ്ചത്തെ സ്വീകരിക്കേണ്ടി വരും. ഈ പ്രപഞ്ചം പരമാർത്ഥ ബ്രഹ്മമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇതിനെ വിവർത്തം എന്ന് പറയുന്നത്. അല്ല നമ്മൾ ധരിക്കുന്നത് പോലെ ഇത് മിഥ്യയാണ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ ബ്രഹ്മത്തിൽ നിന്ന് ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ടല്ല. ഇവിടെ വിവർത്തം എന്ന് പറയുന്നു. ആ പറയുന്നിടത്തെല്ലാം വിവർത്തം എന്ന് പറയുന്നതിന്റെ താല്പര്യം അത് അധിഷ്ഠാന സ്വരൂപമാണ് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ തരത്തിലും പറയാം എന്താണ്? അതിന് ആ അധിഷ്ഠാനത്തിൽ നിന്ന് വേറിട്ടൊരു നിലനിൽപ്പില്ല. അധിഷ്ഠാനം സത്യമാണ്. അതുകൊണ്ട് അവിടെ അനുഭവപ്പെടുന്ന ആ വിവർത്തവും ആ സത്യമാണ്, അധിഷ്ഠാന സത്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആ ബ്രഹ്മം എങ്ങനെയാണോ ബ്രഹ്മമായിരിക്കുന്നത്, സത്യമായിരിക്കുന്നത്, പരമാർത്ഥമായിരിക്കുന്നതാണ് ഭാഷകാരൻ പറയുന്നത് പരമാർത്ഥത ബ്രഹ്മം. അതുപോലെ ഈ പ്രപഞ്ചവും പരമാർത്ഥമായിരിക്കുന്നു, ബ്രഹ്മമായിരിക്കുന്നു.
അല്ല, ഇവിടെ സത്യമായ ബ്രഹ്മം മിഥ്യയായ ജഗത്തെന്ന് വേർതിരിക്കാൻ ഒക്കത്തില്ല. ബ്രഹ്മത്തിൽ നിന്നും മിഥ്യയായ ജഗത്തിനെ ആർക്കും വേർതിരിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ വേർതിരിക്കാൻ കഴിഞ്ഞാൽ രജ്ജുവിൽ നിന്ന് സർപ്പത്തിനെ വേർതിരിക്കാൻ കഴിയും. ആർക്കെങ്കിലും കഴിയും? അതൊരിക്കലും കഴിയത്തില്ല. ആരും രജ്ജുവിൽ നിന്ന് വേറിട്ടൊരു സർപ്പത്തെ കണ്ടിട്ടില്ല. മിഥ്യയായ സർപ്പത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? മിഥ്യയായ സർപ്പത്തെ കണ്ട ആരുമില്ല. കണ്ടതല്ല, സത്യമായ സർപ്പത്തെയാണ് കാണുന്നത്. എന്താണ് ആ സത്യമായ സർപ്പം? രജ്ജു തന്നെ. രജ്ജു തന്നെയാണ് അവിടെ ഉള്ളത്, സത്യമായ സർപ്പം. അതിനൂടെ പറയുന്നത് തഥാത്മക. അതുകൊണ്ടെന്താണ് ന അന്യയിത്ത ഇത്യർത്ഥ. അതുകൊണ്ട് ഈ ചതുർവിധമായ മതം എന്ന് പറയുന്നത് ന അന്യഹ, ബ്രഹ്മത്തിൽ നിന്നും അന്യമല്ല. വളരെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുക. ഇതാണ് അദ്വൈതം എന്ന് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചത്തെ അന്യമാക്കുന്നത് അദ്വൈതമേ അല്ല. പക്ഷെ അങ്ങനെയാണ് അദ്വൈതമെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് സാധ്യമല്ല. അങ്ങനെ സാധ്യമാകുകയാണെങ്കിൽ അന്ന് എന്ത് ചെയ്യും? രജ്ജുവിൽ നിന്ന് സർപ്പം പുറത്തു വരും. രജ്ജുവിനെ വിട്ടിട്ട് സർപ്പം ഇഴഞ്ഞു നടക്കാൻ തുടങ്ങും. അതൊരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. എന്തുകൊണ്ടത് രജ്ജു തന്നെയാണ്. അതുകൊണ്ട് എന്ത് പറയുന്നു? മുക്തവിധ മധ്വാത്മക തത് അധിഷ്ഠാനാത്മക. ഇത് അധിഷ്ഠാന സ്വരൂപം തന്നെയാണ്. അതുകൊണ്ടാണ് ബ്രഹ്മം സത്യമാണ്, ബ്രഹ്മം പ്രപഞ്ചം സത്യമാണ്, പ്രപഞ്ചം ബ്രഹ്മമാണ് എന്ന് ഇവിടെ ശ്രുതിയിൽ ആവർത്തിച്ച് പറയുന്നു, ഭാഷ്യകാരൻ ആവർത്തിച്ച് പറയുന്നു. അന്യഹ, ഇതിനെ ഒരിക്കലും വേർതിരിക്കാൻ സാധ്യമല്ല. ബ്രഹ്മത്തിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ ഒരു തരത്തിലും വിഭജിക്കാൻ സാധ്യമല്ല. അത് പരമാവധി പറയാമെന്നുള്ള എന്താണ്? പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഇത് മിഥ്യയാണ്, ഇത് വിവർത്തമാണ് എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? ഇത് ബ്രഹ്മമാണ്. അങ്ങനെ പറയുന്നതിന് തെറ്റില്ല. ഇത് മിഥ്യയാണ്, ഇത് വിവർത്തമാണ്. പക്ഷെ അതിന്റെ താല്പര്യം എന്താണ്? ഇത് ബ്രഹ്മമാണ്. അതാണ് പറഞ്ഞത്. സ്വപ്ന ദൃഷ്ടാന്തത്തിലൂടെ അത് മനസ്സിലാക്കണം. സ്വപ്നത്തിലെ ദൃശ്യങ്ങളെന്ന് പറഞ്ഞാൽ സ്വപ്ന ദൃഷ്ടാവ് തന്നെ. അങ്ങനെയാണെങ്കിൽ ജാഗ്രതത്തിലെ ഈ ദൃശ്യങ്ങളും ജാഗ്രത ദൃഷ്ടാവ് തന്നെ. അത് ഈ ദൃശ്യങ്ങളെ അനുഭവിക്കുന്നവൻ തന്നെ സ്വയം ദൃഷ്ടാവായി കണ്ടുകൊണ്ട് ചിന്തിച്ചാലേ അത് മനസ്സിലാകും. അല്ലാതെ താൻ ചിന്തിക്കുന്നവൻ തന്റെ മുമ്പിലൊരു ദൃശ്യത്തെയും തന്റെ മുമ്പിലൊരു ദൃഷ്ടാവിനെയും വച്ചിട്ട് ആ ദൃഷ്ടാവിലാണോ ഈ ദൃശ്യം എന്നുള്ള നിലയ്ക്ക് ചിന്തിച്ചാൽ ഇത് പിടികിട്ടത്തില്ല. ദൃശ്യം എന്തായാലും തന്റെ മുമ്പിലുണ്ട്, ദൃഷ്ടാവ് താൻ തന്നെയാണ്. ആ ഭാഗം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്വപ്നത്തെ പറയുന്നത്. സ്വപ്നം കാണുന്നവന്റെ മുമ്പിൽ ഒരു ദൃശ്യവും ദൃഷ്ടാവുമില്ല. അവൻ തന്നെയാണ് ദൃഷ്ടാവായിരിക്കുന്നത്, അവൻ തന്നെയാണ് സ്വയം ദൃശ്യമായിരിക്കുന്നത്. അവിടെ അവന് ഞാൻ ദൃഷ്ടാവ്, ഇതെന്നിൽ നിന്ന് അന്യമായ ദൃശ്യം, അങ്ങനെ വേർതിരിക്കാൻ കഴിയത്തില്ല. അവിടെ ദൃഷ്ടാവ് മാത്രം. ദൃശ്യം ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും, ആണ് പറഞ്ഞത്, വാചാരംഭണമായി തിരിക്കുന്നുണ്ടെങ്കിലും ദൃഷ്ടാവ് മാത്രമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താണ്? ഇതം ബ്രഹ്മ. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇതിനെ ബ്രഹ്മം എന്ന് പറയാൻ കഴിയും? തദ്ബ്രഹ്മ എന്നല്ല പറയുന്നു. നമ്മളീ ചർച്ച ചെയ്യുന്ന ഏതോ ഒന്ന്, ഇതിന് അധിഷ്ഠാനമായിരിക്കുന്ന ഒന്ന് ബ്രഹ്മം എന്നല്ല പറയുന്നത്. ഇത് എന്താണോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ശബ്ദസ്പർശ രൂപരസഗന്ധരൂപത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത് ബ്രഹ്മം എന്നാണ്. പിന്നെ ചിലടത്ത് ആശയക്കുഴപ്പമുണ്ടാകുന്നത് ഈ നാമരൂപങ്ങളെല്ലാം നിഷേധിച്ചിട്ട് അതടുത്ത് ഇവിടെ പറയും.
പൃഥിവീം പാർത്ഥിവം ചാംസം ശരീരം സാധിദൈവതം ജാനീയ സർവം ആത്മേതി നേത്തി നേത്യുപലക്ഷണം. ഇതാണ് ചിലർക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുന്നു, അദ്വൈതികൾക്ക് തന്നെ. അദ്വൈതികളെന്ന് പറഞ്ഞാൽ പല അദ്വൈതമൊക്കെ ഒരുപാട് പഠിച്ചു പാസ്സായ ആൾക്കാർക്ക് അദ്വൈതത്തിന്റെ ഭാരം ചുമക്കുന്നവർ ഈ ഭാഗം മനസ്സിലാകത്തില്ല. എന്താണ് പൃഥിവിയും ഇവിടെ പറഞ്ഞു വന്നു. ആദ്യം പറഞ്ഞല്ലോ ഇയം പൃഥിവി സർവേഷാം ഭൂതാനാം മധു എന്ന് പറഞ്ഞ പൃഥിവി. പിന്നെ പാർത്ഥിവം ശരീരങ്ങൾ. രണ്ടാമത് പറഞ്ഞല്ലോ സർവാണി ഭൂതാനി, ശരീരങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. പൃഥ്വിയും പാർത്ഥിവം ചാംസം ശരീരം. അംശം ശരീരം, സൂക്ഷ്മ ശരീരത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അധിദൈവതം, അധിദൈവതം അവിടെ അഭിമാനിക്കുന്ന ചൈതന്യം, അത് ഈ ഓരോ ശരീരത്തെ സംബന്ധിച്ച് വ്യഷ്ടിയിലോ സമഷ്ടിയിലോ ഈ കേവലമായി സൂക്ഷ്മ ശരീരത്തിൽ അഭിമാനിക്കുന്ന ജീവനായിട്ടോ ഹിരണ്യഗർഭനായിട്ടോ എല്ലാം എടുക്കാം. ഇതെല്ലാം എന്താണ്? സർവം ആത്മേതി ജാനീയാത് ഇവിടെ പറയുന്നു. ഇത് ഇത്രയും പറയുമ്പോൾ എല്ലാം വന്നു കഴിഞ്ഞു അവിടെ. എന്താണ്? പൃഥിവി, പാർത്ഥിവം, അംശം, അധിദൈവതം, സ്ഥൂലം, സൂക്ഷ്മം, ചൈതന്യം. ഇതിനെല്ലാം എങ്ങനെ മനസ്സിലാക്കണം? സർവം ആത്മീയതി ജാനീയാത്. ഈ സർവത്തെയും ആത്മാ, ഭാഷകാരൻ അവിടെ പറഞ്ഞു പരമാർത്ഥത ബ്രഹ്മം. വാർത്തകാരൻ കുറച്ചുകൂടി അതിനെ ആത്മനിഷ്ഠമായി ചിന്തിക്കാൻ വേണ്ടി പറയുന്നു. ആത്മാ ദ്രഷ്ടാവ്. മുമ്പ് കഴിഞ്ഞ ദിവസം അതിന് പറഞ്ഞു എന്താണ്? ജ്ഞാതാവ്, വിജ്ഞാത, വിജ്ഞാതാരം, ഹരേകേന വിജാനീയ. അതവിടെ ജ്ഞാതാവെന്ന് പറഞ്ഞു. ഇതെല്ലാം ആ ജ്ഞാതാവാണ് എന്നറിയണം, ബ്രഹ്മമാണെന്നറിയണം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ സംശയം വരും. ആ സംശയം വരും തീർക്കാൻ ശ്രമിക്കാറില്ല അദ്വൈതികളിൽ. അവിടെയാണ് തകരാറ് വരുന്നത്. എല്ലാ ഉപനിഷത്തുകളും പഠിച്ചെന്ന് വിചാരിച്ചോ, ഇതെല്ലാം ഓർമ്മിച്ചു വെച്ചെന്ന് വിചാരിച്ചോ, ഇത് ഓർമ്മിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓർമ്മിക്കുന്നതൊക്കെ തലയ്ക്ക് ഭാരമാണ്, അതൊക്കെ തലയിലെ വേസ്റ്റാണ്. ഓർമ്മ എന്ന് പറയുന്നത് തലയ്ക്കകത്ത് വരുന്ന വേസ്റ്റാണ്. വേസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും പുറത്ത് കളയേണ്ട സാധനം. വേസ്റ്റ് ആരെങ്കിലും അകത്ത് വയ്ക്കാറുണ്ടോ? പക്ഷെ ഒരുപാട് വേസ്റ്റുള്ളവർക്ക് ഈ പറയുന്ന ഭാഗം മനസ്സിലാകത്തില്ല. എന്താണ്? നേതി നേതി ഉപലക്ഷണം. അടുത്ത് പറയുന്നു നേതി നേതി ഉപലക്ഷണം. ഇങ്ങനെ പറയുമ്പോൾ എന്താണ്? ജാനീയ സർവമാത്മേതി, എല്ലാത്തിനെയും ആത്മാവെന്നറിയണം എന്ന് പറയുമ്പോൾ ചിലർ ഉടൻ ചോദിക്കും, അപ്പൊ നേതി നേതി എന്ന് പറയുന്നത് എല്ലാം ആത്മാവാണെങ്കിൽ നേതി നേതി എന്ന് പറയണ്ടല്ലോ, നിഷേധിക്കല്ലേ. ഇതല്ല ഇതല്ല, ഇതാത്മാവല്ല ഇതാത്മാവല്ല. അതും ഉപനിഷത്തല്ലേ പറയുന്നു, ശ്രുതിയല്ലേ പറയുന്നു. നേതി നേതി എല്ലാ ആത്മാവാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇതം സർവം യഥയം ആത്മാ, ഇതം ബ്രഹ്മ, ഇത്തരം വാക്യങ്ങൾ മാത്രമേ പാടുള്ളൂ. പിന്നെ ഈ നേതി നേതി എന്നുള്ള ഈ പ്രയോഗത്തെ ആശ്രയിച്ചിട്ടാണ് ഭാഷ്യകാരനും പറയുന്നത് ഇതെല്ലാം മിഥ്യയാണ്, അദ്വൈതികളെല്ലാം പറയുന്നതെല്ലാം മിഥ്യയാണ്, നാമരൂപങ്ങൾ വാചാരംഭനമാണ്, മിഥ്യയാണെന്ന് പറയുന്നു. പിന്നെ അതിൽ നിന്ന് മനസ്സിലാക്കണം എന്നാ രണ്ടും കൂടെ എങ്ങനെ പൊരുത്തപ്പെടും? ജാനീയ സർവമാത്മേതി, സർവമാത്മാവാണെന്ന് അറിയുക, നേതി നേതി എന്നും പറയുക, ഇതല്ല ഇതല്ല എന്നും പറയുക. അപ്പോൾ ഇതല്ല എന്ന് പറഞ്ഞാൽ ഇതല്ല ആത്മാവ് വേറെ എന്നല്ല. നമ്മൾ സാറിന് പറയാറുണ്ടല്ലോ, സ്ഥൂല ശരീരമല്ല, സൂക്ഷ്മ ശരീരമല്ല, കാരണ ശരീരമല്ല, അതിന്റെ പിന്നിലുള്ളതാണ്.
എന്ന് പറയുന്നു. അന്നമയ കോശമല്ല, സാധാരണ നമ്മളും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പ്രാണമയ കോശമല്ല, മനോമയ കോശമല്ല, വിജ്ഞാനമയ കോശമല്ല, ആനന്ദമയ കോശമല്ല. ഇങ്ങനെ ഒരു രീതിയാണ്. ഇത് രണ്ടും കൂടെ എങ്ങനെ പൊരുത്തപ്പെടും? അതിനു വേണ്ടിയിട്ട് പറയുന്നു ഉപലക്ഷണം. ആ പറഞ്ഞിരിക്കുന്ന ഉപലക്ഷണമായി പറഞ്ഞിരിക്കുകയാണ്. ഉപലക്ഷണമായി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പറയുന്നതിന്റെ വാച്യാർത്ഥത്തെ മാത്രം എടുത്താൽ പോരാ. അവിടെ പറയാത്ത ചില കാര്യങ്ങളൂടെ ഉണ്ട്, അതുകൊണ്ട് എടുക്കണം. ഉപലക്ഷണം എന്ന് പറയുന്നത് സർവത്ര അങ്ങനെയാണ്. ഒരു കാര്യം ഉപലക്ഷണമായി പറയുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത അവിടെ സങ്കോചിപ്പിക്കരുത്, അത് മാത്രമായിട്ട് എടുക്കരുത്. കുറച്ച് പറയേണ്ട കാര്യങ്ങളൂടെ അവിടെ ഉണ്ട്. എന്താണ് ആ ഉപലക്ഷണം? ആണ് ഈ ഭാഷകാരൻ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്നിടത്ത് പറയുന്ന നേതി നേതി. നേതി നേതി എന്ന് പറഞ്ഞിരിക്കുന്ന ഉപലക്ഷണമായിട്ടാണ്. എന്താ ഉപലക്ഷണം? അവിടെ ബ്രഹ്മസത്യ ജഗത് മിഥ്യം, ബ്രഹ്മസത്യം ജഗത് മിഥ്യ. അവിടെ ഇനി ആ ഒരു ഭാഗം മാത്രം നമ്മൾ അടർത്തിയെടുക്കുകയാണ്. ജഗത് മിഥ്യ. അവിടെ എന്താ ഉപലക്ഷണം? ആ ഉപലക്ഷണമാണ് മുമ്പ് പറഞ്ഞ എന്താണ്? ബ്രഹ്മസത്യം. അതാണ് ഉപലക്ഷണമാണ്. ഇവിടെ ആദ്യം പറഞ്ഞ എന്താണ്? ജാനിക സർവം ആത്മേതി, സർവം ആത്മാവാണ്. നേതി നേതി എന്ന് പറയുന്നത് സർവവും ആത്മാവാണെന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഉപലക്ഷണം. മിഥ്യ എന്ന് പറയുന്നത് മിഥ്യയായ ജഗത്ത് ബ്രഹ്മമാണ്, സത്യമാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. അതാണ് ഉപലക്ഷണമായി പറയുന്നത്. അതാണ് ഇവിടെ മുമ്പ് പറഞ്ഞ എന്താണ്? തേഷാം തദ്വിവർത്തതയ തദാത്മകത്വ. ഇവിടെ വിവർത്തം എന്ന് പറയുന്നത് മുമ്പ് ഞാൻ പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്? അത് പരമാർത്ഥമാണ് എന്നാണ്. അപ്പൊ നേതി നേതി എന്ന് പറയുന്ന നിഷേധാംശത്തെ മാത്രം എടുക്കരുത്. ആ നിഷേധാംശത്തിലൂടെ ഉപലക്ഷണമായി ബോധിപ്പിക്കുന്ന എന്താണ്? അത് ഇതെല്ലാം സർവം ആത്മാ. അവിടെയാണ് ചെന്നെത്തേണ്ടത്, എത്തി നിൽക്കേണ്ടത് അവിടെയാണ്. അല്ല ഇവിടെ ഇതിൽ നിന്നുപോകരുത്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് തമ്മിൽ വിരോധം വരും. ഒരിക്കലും അദ്വൈതം എന്ന് പറയുന്നത് എന്താന്നുള്ള പിടികിട്ടത്തില്ല. കാരണം അദ്വൈതത്തിൽ രണ്ടുപേരും, എന്ത്? സത്യമായ ബ്രഹ്മവും നിത്യമായ ജഗത്തും രണ്ടായിട്ട് നിൽക്കും. ഇതിനെങ്ങനെ അദ്വൈതം വരുന്നു? അതുകൊണ്ട് മിഥ്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നേതി നേതി എന്ന് പറയുന്നതിന് ഉപലക്ഷണമായിട്ട് എടുക്കും. പിന്നെ അത് പറയാതിരുന്നാൽ പോരെ? അത് പറയാതിരുന്നാൽ കഴിയില്ല. എന്തുകൊണ്ട്? ഈ അനുഭവത്തിൽ അത് സ്വപ്നമെന്നെടുത്താലും ശരി, ജാഗ്രത അനുഭവത്തിലായാലും ശരി, ഇവിടെ പരമാർത്ഥബോധം ഇല്ല. ജഗത്തിൽ ആർക്കും തന്നെ പരമാർത്ഥബോധമില്ല. ജഗത്തിൽ എല്ലാവർക്കും ഉള്ളത് ജഗത് ബോധമാണ്. അപ്പൊ ആ ജഗത് ബോധത്തെ നിരാകരിച്ച് അതിൽ പരമാർത്ഥബോധം കൊണ്ടുവരാൻ വേണ്ടി നേതി നേതി പറഞ്ഞാലേ കഴിയൂ. അല്ലെങ്കിൽ പിന്നെ ശാസ്ത്രത്തിന്റെ ഗുരുവിന്റെ ഉപദേശത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. മനുഷ്യന് ഈ ജഗത് ബോധത്തിലങ്ങ് ജീവിച്ചാൽ മതി. ഇവിടെ ബ്രഹ്മവും വേണ്ട, അമൃതത്വവും വേണ്ട, അമൃതത്വ സാധനവും വേണ്ട, ഒന്നും വേണ്ട. മറിച്ചിവിടെ ഇതെല്ലാം നിർദ്ദേശിക്കും. അപ്പൊ കേവലമായി ജഗത് ബോധം അത് സത്യബോധത്തെ ഉണ്ടാക്കുന്നില്ല. സ്വപ്നബോധം പോലെ ദൃശ്യാനുഭവത്തെ ഉണ്ടാക്കുന്നു. ആ ദൃശ്യാനുഭവത്തെ ദൃശ്യമായിട്ട് അനുഭവിക്കുന്നു. അതിൽ പറയുന്ന കാര്യകാരണ ബന്ധങ്ങളെയൊക്കെ കാണുന്നു. അവിടെ പരമാർത്ഥബോധം ഉണ്ടാകുന്നില്ല. ആ പരമാർത്ഥബോധത്തിന് ഈ ദൃശ്യബോധം തടസ്സമായിരിക്കുന്നു. അപ്പൊ ആ തടസ്സത്തെ മാറ്റുന്നതിന് വേണ്ടി പറയുന്നു നേതി നേതി. എന്നിട്ട് ബോധിപ്പിക്കുന്നു എന്താണ് ഇത്? കേവലം നാമരൂപാത്മകമായ ഒരനുഭവം മാത്രമല്ല, കേവലം നാമരൂപാത്മകമായ പ്രതീതിയല്ല, മറിച്ചത് പരമാർത്ഥമാണ് എന്ന് ബോധിപ്പിക്കുന്നു. അതാണ് ഉപലക്ഷണമായി ആണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നു. ആത്യന്തികമായി
ധരിക്കേണ്ട ഇതാണ് സർവം ആത്മാ. സർവവും എങ്ങനെയാണ് സ്വപ്നം തന്റെ സ്വരൂപമായി തന്നെ ഇരുന്നത്. ആത്മശബ്ദം എപ്പോഴും ഉപയോഗിക്കുന്ന ആ സ്വരൂപം എന്നുള്ള ബോധത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രോതാവിന്റെ സ്വരൂപം. ഇവിടെ രണ്ടേ ഉള്ളൂ. ഒന്ന്, ഈ തത്വത്തെ ബോധിപ്പിക്കുന്ന ശ്രുതി. ആ ശ്രുതി ആര് ബോധിപ്പിച്ചാലും ശരി, ബോധിപ്പിക്കുന്ന ശ്രുതിയാണ്. ഇവിടെ വ്യക്തിക്ക് പ്രാധാന്യമൊന്നുമില്ല. ശ്രുതിയാ ബോധിപ്പിക്കുന്നു. എന്തുകൊണ്ടത് പരമമായ തത്വത്തിന്റെ പ്രകാശനമാണ്. അതുകൊണ്ടാണ് അതിനെ ഈശ്വര പ്രോക്തം എന്ന് പറയുന്നത്. ഇവിടെ ബോധിപ്പിക്കുന്നത് ശ്രുതിയോട് ബോധിപ്പിക്കുന്നു. പിന്നെ ബോധിക്കുന്നവനവൻ ശ്രോതാവ്. അപ്പൊ ശ്രുതി ആ തത്വത്തെ ശ്രോതാവിനെ ബോധിപ്പിക്കുമ്പോൾ എപ്പോഴും പറയും എന്താണ്? ത്വം ആത്മാ, നിന്റെ സ്വരൂപം. അപ്പോൾ ശ്രോതാവ് തന്റെ സ്വരൂപമായി ഗ്രഹിക്കും. തന്റെ സ്വരൂപമായി ഗ്രഹിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് ജാഗ്രത, സ്വപ്നവും സുഷുപ്തിയും അത് പറഞ്ഞാലേ അവന് തന്റെ സ്വരൂപത്തെ ഗ്രഹിക്കാൻ പറ്റും. അവിടെ പറയുന്നു എന്താണ്? സർവം ആത്മാ, അത് ശ്രോതാവായ നിന്റെ സ്വരൂപമാണ് സർവവും. മറ്റു ഭാഗങ്ങളെ ഇതിനോട് സമന്വയിപ്പിച്ച് മനസ്സിലാക്കണം. നേതി നേതി ഉപലക്ഷണം ഇതി. ഇതാണ് തുടക്കത്തിൽ പറഞ്ഞ് ഇതം സർവം യദം യദ അയം ആത്മാ ഇതം സർവം. അടുത്തു പറയുന്നത് ബ്രഹ്മ ഇതം സർവം. ഇതം ബ്രഹ്മ ഇതം സർവം. ഇതം അമൃതം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെക്കുറിച്ചാണെന്ന് പറഞ്ഞു. ശ്രുതി ശ്രോതാവിൽ ഉണർത്തുന്ന ജ്ഞാനം. ആ ജ്ഞാനത്തിനോട് പറഞ്ഞ് ഇതം അമൃതം. ഇതം ബ്രഹ്മ. യത് ബ്രഹ്മത്തെ ബ്രവാണി ജ്ഞപയിഷ്യാമി ഇത്യധ്യായാതു പ്രകൃതം. യത് വിഷയാച്ച വിദ്യ ബ്രഹ്മവിദ്യ ഇത്യുച്യതേ. ഇത് സർവം യസ്മാത് ബ്രഹ്മണോ വിജ്ഞാനാത് സർവം ഭവതി. ഇതമേവ ആത്മജ്ഞാനം. ഇവിടെ പറയുന്ന ഈ ബോധത്തെക്കുറിച്ചാണ്. ശ്രുതി ബോധിപ്പിക്കുന്ന ബോധത്തെക്കുറിച്ചാണ്. ഇതം ആത്മജ്ഞാനം. സർവം എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? സർവഭാവാപത്തി സാധനം. ആത്മജ്ഞാനത്തെ തന്നെ വിശേഷിക്കുകയാണ് ഇത് ഇതം സർവം എന്ന് പറയുന്നു. ഇത് സർവഭാവാപത്തി, സർവഭാവപ്രാപ്തി. അത് ഈ ബോധത്തിന്റെ ഫലത്തെക്കുറിച്ച് പറയുകയാണ്. സർവഭാവാപത്തി. സർവഭാവങ്ങളെന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞ ഈ ചതുർവിധമായ ഭാവങ്ങൾ. അതിനെ അനുഭവിക്കുമ്പോൾ അത് വേറെ വേറെ ആയിട്ട് അനുഭവപ്പെടും. ദൃശ്യമായി പരസ്പരം കാര്യകാരണ ബന്ധത്തിൽ ഒക്കെയാണ്. അതിന്റെ തത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ആത്മാവാണ്, തന്റെ സ്വരൂപമാണ്. ഇത് ആ പരമാർത്ഥമാണ്. അത് ഈ ബോധം കൊണ്ട് അവൻ ഗ്രഹിക്കുന്നത്. ആ ബോധം കൊണ്ട്, ആ ബോധത്തിന്റെ ഫലമാണ് പറയുന്നത് സർവഭാവപ്രാപ്തി എന്ന് പറയും. ഈ സർവഭാവങ്ങളെയും മറ്റൊരു തരത്തിൽ പ്രാപിക്കാൻ പറ്റും. കാരണം കാലദേശ പരിച്ഛിന്നമായിരിക്കുന്ന ഈ ബാഹ്യവിഷയങ്ങളെ ഒരു തരത്തിലും മറ്റൊരു തരത്തിലും പ്രാപിക്കാൻ കഴിയത്തില്ല. ദൂരം തടസ്സമാണ് ദൂരെയുള്ള വസ്തുക്കളെ പ്രാപിക്കാൻ. കാലം തടസ്സമാണ് പൂർവ്വഭാവിയിലുള്ള കാര്യങ്ങളെ പ്രാപിക്കുന്നതിന്. ആർക്കായാലും, ഈ ശരീരത്തോടുകൂടിയിരിക്കുന്ന ഏത് ജീവന്മാർക്കായാലും അതിന്റെ പരിമിതികളുണ്ട്. സൂക്ഷ്മം, വ്യവഹിതം, വിപ്രകൃഷ്ടം, അതിസൂക്ഷ്മമായ അതിനെ പ്രാപിക്കാൻ കഴിയത്തില്ല.
അതിസ്ഥൂലമായ പ്രാപിക്കാൻ കഴിയത്തില്ല, ബൃഹത്തായ പ്രാപിക്കാൻ കഴിയത്തില്ല. ഈ ശരീരം, മനസ്സ് തുടങ്ങിയ പരിച്ഛന്ന ഭാവങ്ങളോടുകൂടിയിരിക്കുന്ന ജീവൻ ഇതിനെയൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. പക്ഷെ ഇവിടെ പറയുന്ന സർവഭാവാപത്തി, അതിന്റെ സാധനം ജ്ഞാനം. ജ്ഞാനം കൊണ്ടത് സാധ്യമാണ്. ജ്ഞാനം കൊണ്ട് സാധ്യമാകുന്നത് വെച്ചാൽ ജ്ഞാനഫലമായി സാധ്യമാണ്. ജ്ഞാനഫലമായ എന്താ? ശരീരം വിട്ടുപോയി പ്രാപിക്കുകയാണ്. അല്ല, ഇവിടെ ജ്ഞാനം എന്താണ് പറയുന്നത്? അധിഷ്ഠാന സ്വരൂപമാണ് ഇതെല്ലാം, ദൃഷ്ടാവിന്റെ സ്വരൂപമാണ് ഇതെല്ലാം. ഇത് ദൃഷ്ടാവിൽ നിന്ന് അന്യമായി ഇല്ലെങ്കിൽ പിന്നെ ദൃഷ്ടാവിൽ നിന്ന് അന്യമായിരിക്കുന്നതിന് പ്രാപിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ അന്യമായിരിക്കുന്നതുകൊണ്ടാണ് അതിനെ പ്രാപിക്കാൻ ശ്രമിക്കുന്നത്. കാലദേശങ്ങളെല്ലാം മറികടന്ന് ഓരോന്നിനെ പ്രാപിക്കാൻ ശ്രമിക്കുന്നത് ഇതെല്ലാം അന്യമായിരിക്കുന്നുണ്ട്. ഇവിടെ ബോധം എന്താണ്? ദൃഷ്ടാവിൽ നിന്ന് അന്യമല്ല. പിന്നെ ദൃഷ്ടാവിൽ നിന്ന് അന്യമല്ലെങ്കിൽ പിന്നെ ആരാരെ പ്രാപിക്കാനാണ്? അവൻ സർവത്തെയും പ്രാപിച്ചു കഴിഞ്ഞു. എങ്ങനെ? ദൃഷ്ടസ്വരൂപമാണെന്നുള്ള ബോധം കൊണ്ട്. ഇവിടെ വിവൃത്തമായിരിക്കുന്ന സർവവും അധിഷ്ഠാന സ്വരൂപമാണെന്ന് ബോധത്തിൽ പിന്നെ പ്രാപിക്കാനൊന്നും അവശേഷിക്കുന്നില്ല. ലോകങ്ങളില്ല, വൈകുണ്ഠമില്ല, കൈലാസമില്ല, ഭൂലോകമില്ല, അങ്ങനെയുള്ള ഒരു ലോകങ്ങളുമില്ല. അധിഷ്ഠാനത്തിൽ ധന്യമായൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ അവിടെ സർവഭാവാപത്തി, സർവഭാവപ്രാപ്തി വന്നു കഴിഞ്ഞു. ആണ് തത്വജ്ഞാനത്തിന്റെ ഫലം എന്ന് പറയുന്നത്. ആ തത്വജ്ഞാനം ഇല്ലാത്തവന് ഈ ഫലമില്ല. അതുകൊണ്ട് അവൻ പ്രാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. വേറൊരു ഭാവത്തിൽ പറയും തസ്യ പ്രാണ ന ഉത്ക്രാമന്തി എന്നെല്ലാം പറയും. അവന്റെ പ്രാണൻ ഉത്ക്രമിക്കുന്നില്ല. അന്യമായ എന്തെങ്കിലും ഉണ്ടെങ്കിലേ പ്രാണൻ അതിനുവേണ്ടി ശ്രമിക്കത്തുള്ളൂ. ഉത്ക്രമിക്കണം, അവിടെ പോകണം, അത് പ്രാപിക്കണം. ഇവിടെ അന്യമായി ഇല്ല. അപ്പം പിന്നെ പ്രാപിക്കുന്ന എങ്ങനെ? പ്രാപിക്കാനായിട്ടൊന്നും അവശേഷിക്കുന്നില്ല. ഇതം സർവം യദയം ആത്മാ. ആ ബോധത്തിൽ അവനിൽ സർവഭാവാപത്തി എന്ന് പറയുന്നത് സ്വതസിദ്ധമായി. അങ്ങനെ ഒരു അവസ്ഥാന്തരത്തെ പ്രാപിക്കുകയോ ജ്ഞാനത്തിലൂടെ അങ്ങനെ ഒരു സ്ഥാനത്ത് ചെന്ന് എത്തിച്ചേരുകയോ ഒന്നുമല്ല. അങ്ങനെയുള്ള സർക്കസുകളൊന്നും ഉണ്ടാക്കുന്നതല്ല ജ്ഞാനമെന്ന് പറയുന്നു. അതെല്ലാം കർമ്മങ്ങളാണ്. കർമ്മങ്ങളിലൂടെയാണ് പ്രാപ്തിയും മറ്റും സംഭവിക്കുന്നത്. ജ്ഞാനത്തിലൂടെ സംഭവിക്കുക എന്ന് പറയുന്നത് ആ സർവഭാവ ആപത്തിക്ക് തടസ്സമായിരുന്ന അജ്ഞാനാദി ദോഷങ്ങളും മാറ്റുന്നു, അത്രയേ ഉള്ളൂ. വെളിച്ചത്തിന്റെ സഹായത്തിൽ മുമ്പിലിരിക്കുന്ന വസ്തുവിനെ കാണുക എന്ന് പറഞ്ഞാൽ വെളിച്ചം ആ വസ്തുവിൽ ഒന്നിനെയും ആധേയം ചെയ്യുന്നില്ല, എന്തിനെങ്കിലും ഒന്നിനെ അവിടെ കൂട്ടിച്ചേർക്കുന്നില്ല. മറിച്ച് ചക്ഷുരേന്ദ്രിയത്തിന്റെ സ്വഭാവമാണ് വെളിച്ചത്തിന്റെ സാന്നിധ്യത്തിൽ അത് പ്രകടമാകുന്നു, പ്രകാശിക്കുന്നു. പുതുതായി ഒന്നിനെ അവിടെ കൂട്ടിച്ചേർക്ക് അല്ല ചെയ്യുന്നത്. അതുപോലെ ഇവിടെ സർവഭാവ ആപത്തി എന്ന് പറയുന്നത് ആപത്തൊന്നും സംഭവിക്കുന്നില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ. ബ്രഹ്മജ്ഞാനം തലയ്ക്ക് പിടിച്ച് വഷളാകത്തൊന്നുമില്ല. അങ്ങനെയുള്ള അപകടമൊന്നും ഇവിടെ സംഭവിക്കത്തില്ല. മറ്റു പലതും തലയ്ക്ക് പിടിച്ച അപകടം ഉണ്ടാവും. അങ്ങനെയുള്ള സാധനമല്ല ഇത്. ഇനി സർവഭാവ ആപത്തി സാധനം എന്ന് പറയുമ്പോൾ ചിലർ ചോദിക്കും ബാക്കിയെല്ലാം ഉണ്ടായി, ആ ആപത്തി മാത്രം ഉണ്ടായില്ലല്ലോ, എന്താ സമയം ഉണ്ടാകത്തെ, എന്നാ ഇനി അതുണ്ടാകുന്നു? ഇവിടെ പറയുന്നത് തലയ്ക്ക് വെളിവ് വരുന്ന കാര്യമാണ്, വേറൊന്നും പറയുന്നില്ല. വേറെ എന്തെങ്കിലും ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. മനുഷ്യന്റെ തലയ്ക്ക് വെളിവുണ്ടാകുന്ന എങ്ങനെയെന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അതിനപ്പുറം വേറെ എന്തെങ്കിലും സംഭവിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ
അത് അടുത്ത കടയിൽ അന്വേഷിക്കുന്നു. ചിലപ്പോൾ അവിടെ കിട്ടും, വേറെ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. ഇവിടെ ഭാഷ്യത്തിൽ അത് കിട്ടത്തില്ല. ഇതമേവ ആത്മജ്ഞാനം സർവഭാവാപത്തി സാധനം. അതുകൊണ്ട് പറയുന്നത് എന്താണ്? ഇതം അമൃതം യത് മൈത്രേയേ അമൃതത്വ സാധനമുക്തം ആത്മവിജ്ഞാനം ഇതം തദമൃതം. അവിടെ 3 കാര്യങ്ങൾ പറയുന്നു. അയമേവ യോയം ആത്മാ ഒന്ന് ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞ് പറയുന്നു ഇതം അമൃതം. അത് കഴിഞ്ഞ് പറയുന്നു ഇതം ബ്രഹ്മ. അത് കഴിഞ്ഞ് പറയുന്നു ഇതം സർവം. ഇതിനെല്ലാം പരസ്പരം ബന്ധപ്പെടുത്തി ഒന്നാക്കിയാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അയമേവ സോയം ആത്മാ അയമേവ സ യോയം എന്തുകൊണ്ടത് ആവർത്തിച്ചു പറഞ്ഞു എന്നുള്ള കാര്യം നമ്മുടെ ഭാഷ്യകാരൻ പറയുന്നു. അതിന്റെ താല്പര്യത്തെ ആ ഭാഗത്ത് പറയുന്നു. കാര്യകാരണ രൂപേണ ഭോജ്യഭോക്തൃതയോദിതം ചതുഷ്ടയം പൃഥിവ്യാദി തസ്യ തത്വം അധോച്യതേ. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പലതരത്തിൽ പറയും. അത് ഒരു പ്രക്രിയ മനസ്സിലാക്കിയിട്ട് ഇതാണ് അദ്വൈതത്തിന്റെ അവസാനമൊന്നും ആരും ഭ്രമിച്ചു കളയേണ്ട കാര്യം. അവിടുത്തെ പറയും ആകാശം, ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് പൃഥിവി. ഇങ്ങനെ ഒരു കാര്യകാരണ ബന്ധത്തെക്കുറിച്ച് പറയും. ഇങ്ങനെ ഇത് പറയാൻ പാടുള്ളൂ എന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ എന്താ പറഞ്ഞത്? അങ്ങനെയില്ല, എല്ലാം കാര്യവുമാണ്, എല്ലാം കാരണവുമാണ്. പരസ്പരം കാര്യകാരണ ബന്ധത്തിലാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ അയ്യോ ഇതല്ലല്ലോ അദ്വൈതം ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്, അങ്ങനെയല്ല, മറ്റേ പുസ്തകത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്തു? കാര്യകാരണ രൂപേണ ഭോജ്യഭോക്തൃതയാ ഉദിതം ചതുഷ്ടയം പൃഥിവ്യാദി. പൃഥ്വിയാദികളെ 4 ഇവിടെ പറഞ്ഞു. കാര്യകാരണ രൂപത്തിൽ, ഭോജ്യഭോക്തൃ രൂപത്തിൽ, അങ്ങനെയും പറയാം. ഈ സ്ഥൂല ദേഹത്തെ തന്നെ കർത്തൃത്വം, കാര്യത്വം, ഭോക്തൃത്വം, ഭോഗ്യത്വം അങ്ങനെ നിൽക്കുന്നു. ഇത് തന്നെയാണ്, കർത്താവായി നിൽക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ, ഇതിന്റെ ഉള്ളിൽ ആ സൂക്ഷ്മ ശരീരത്തിൽ അഭിമാനത്തോടുകൂടി ചൈതന്യം അത് കർത്താവായിരിക്കുന്നു. കാര്യത്വം, ഇതെല്ലാം കാര്യമായിരിക്കുന്നു. മധു എന്ന് പറഞ്ഞു. ഇവിടെ തന്നെ ഭോക്താവായിരിക്കുന്നു, ഇതെല്ലാം ഭോഗ്യമായിരിക്കുന്നു. ഇങ്ങനെയും പറയാം. കർത്തൃത്വം, കാര്യത്വം, ഭോക്തൃത്വം, ഭോഗ്യത്വം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പൃഥിവി, ശരീരം, ചൈതന്യം, സൂക്ഷ്മ ശരീരം, അങ്ങനെയും പറയാം. ഈ അനുഭവത്തെക്കുറിച്ച് പറയണം. പൃഥിവ്യാദി അനുഭവത്തെക്കുറിച്ച്, ജീവന്റെ അനുഭവത്തെക്കുറിച്ച്. തസ്യ തത്വം, ആ തത്വത്തെ പറയുന്നു. ഇപ്പോ 4 പറയുക, അത് ഒരു തത്വമാണെന്ന് പറയുക. അതെന്താ? ചതുഷ്ട വിഭാഗേന സ്വാർത്ഥോപ്യാത്മാ വിഭജ്യതേ. ആത്മാ എന്ന് പറയുന്നതിന് ഇങ്ങനെ അർത്ഥമുണ്ടോ എന്നാ ചോദിക്കുന്നു. ആത്മാവെന്ന് പറഞ്ഞാൽ എന്താ? പൃഥ്വി എന്നർത്ഥമുണ്ടോ? ഇല്ലല്ലോ. അതിന് സ്ഥൂലമെന്നോ സൂക്ഷ്മമെന്നോ ഭോക്താവെന്നോ കർത്താവെന്നോ ഒക്കെയുള്ള അർത്ഥമുണ്ടോ? ഇല്ലല്ലോ. ആത്മാന്ന് പറഞ്ഞാൽ സ്വസ്വരൂപം എന്നല്ലേ അർത്ഥമുള്ളൂ. അതുകൊണ്ട് സ്വാർത്ഥോപ്യാത്മാ വിഭജ്യതേ. ആത്മാവ് അർത്ഥമുള്ള ഒരു ശബ്ദമാണ്. വ്യക്തമായ അർത്ഥമുള്ള ഒരു ശബ്ദമാണ്. അങ്ങനെയാണെങ്കിലും ഇവിടെ ചതുഷ്ട വിഭാഗേന ആ ആത്മശബ്ദം തന്നെയാണ് ഇവിടെ 4 വിഭജിച്ചത്. ശബ്ദം ഒന്ന് തന്നെയാണ്. അതിന് നിശ്ചിതമായ വ്യക്തമായ അർത്ഥമുള്ള ശബ്ദം തന്നെയാണ്. സ്വസ്വരൂപം, സ്വസ്വഭാവം എന്നെല്ലാം അർത്ഥമുള്ളതാണെങ്കിലും
കാരണം അത് പറയാൻ കാരണം ഇതം സർവം ഇതയം ആത്മാ എന്ന് പറയും. ഈ കാണുന്നതെല്ലാം പൃഥിവിയാണ്, അപ്പാണ്, തേജസ്സാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഇത് ആത്മാവെന്നതിന് പറഞ്ഞു, ആത്മാസ്വരൂപത്തെ കുറിച്ചല്ലേ പറയും. ചോദ്യം പൃഥിവ്യാദികൾക്ക് വേണ്ടി ആത്മശബ്ദം എന്നതിന് പ്രയോഗിച്ചു. അപ്പൊ അങ്ങനെ വ്യക്തമായ അർത്ഥമുണ്ടെങ്കിലും ഈ ആത്മാ എന്ന് പറയുന്ന ശബ്ദം കൊണ്ട് എന്തിനാണോ മനസ്സിലാക്കേണ്ടത് അതിനെ തന്നെയാണ് പൃഥിവ്യാദി രൂപത്തിൽ ഇവിടെ വിഭജിച്ചിരിക്കുന്നത് എന്നാണ്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ചതുഷ്ടവിഭാഗേന സ്വാർത്ഥോപ്യാത്മാ വിഭജ്യതേ. അത് അങ്ങനെ ചോദിക്കാൻ കാരണം കഥം ആത്മാ ചതുഷ്ടയസ്യ സ്വരൂപം. അതാണ്. പൃഥിവി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ആത്മാവെന്ന് പറഞ്ഞാലും മനസ്സിലാവും. പക്ഷേ ഈ പൃഥ്വിയാദികളുടെ പരമാർത്ഥ സ്വരൂപം ആത്മാവെന്നെങ്ങനെ പറയുന്നു? എന്നാ പിന്നെ എന്തിനാ ഈ പ്രത്യേക ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നു? പൃഥ്വി എന്നുള്ള ശബ്ദം എന്തിനു പറഞ്ഞു? ആത്മാവെന്നുള്ള ശബ്ദം എന്തിനു പറഞ്ഞു? ഏതെങ്കിലും ഒന്ന് പറയുന്നു. ആത്മാവെന്നുള്ള ശബ്ദം പറയുന്നു, ആത്മാവിനെ ഗ്രഹിക്കും. പൃഥ്വി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ ഗ്രഹിക്കും. ഇത് ഒരു സ്ഥലത്ത് ആത്മാവെന്ന് പറയുക, പിന്നെ പറയുന്നു പൃഥ്വി എന്ന് പറഞ്ഞാലും ആത്മാവാണ്. ഒരിടത്ത് പറയുക ബ്രഹ്മം സത്യമാണ്, വേറെടുത്ത് പറയും ജഗത്ത് മിഥ്യയാണ്, പിന്നെ പറയും മിഥ്യ എന്ന് പറഞ്ഞാലും സത്യമാണ്. ഇങ്ങനെയൊക്കെ വളച്ചു തിരിച്ചെന്തിനാ പറയുന്നു? അതാണ് കഥമാത്മാ ചതുഷ്ടയസ്യ സ്വരൂപം. എന്തുകൊണ്ട്? ആത്മന സ്വാർത്ഥത്വ. ആത്മാവെന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം വേറെയാണ്. പൃഥ്വിയാദി എന്നുള്ളതെന്നല്ല അതിന്റെ താല്പര്യം. അവിഭാഗത്വച്ച പൃഥ്വി എന്നെല്ലാം പറയുമ്പോൾ അവിടെ ഭേദം വന്നു കഴിഞ്ഞു. ആത്മശബ്ദം ഭേദത്തിലല്ല പ്രയോഗിക്കുന്നത്. ചതുഷ്ടേ വിഭാഗേന സ്വാർത്ഥോപ്യാത്മവിദ്യതേ പറഞ്ഞു. വിഭാഗോപി താദർത്ഥ്യ പറയുന്ന ഈ വിഭാഗവും താദർത്ഥ്യമാണ്. പലതരത്തിലും പറയാം. ഈ വിഭാഗവും അതിനുവേണ്ടി തന്നെയാണ്. ഈ പൃഥിവ്യാദി ഭേദവും അതിനെ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. ആ ഭേദത്തെ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. ഈ പൃഥിവ്യാദി സർപ്പം എന്തിനു വേണ്ടിയിട്ടാണ്? രജ്ജുവിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ മനസ്സിലാക്കാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? രണ്ടാമതൊന്നില്ലല്ലോ മനസ്സിലാക്കാൻ. താദർത്ഥ്യമാണ്. ഈ വിഭാഗവും അതിനുവേണ്ടി തന്നെയാണ്, അതിനെ ഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ്, പരമാർത്ഥത്തെ ഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ്. പൃഥ്വി എന്നുള്ള ഏത് ശബ്ദം കൊണ്ട് പറഞ്ഞാലും അത് വേറെ രീതിയിലും പറയും. എല്ലാ ശബ്ദങ്ങളും ആ ഒരു തത്വത്തെ തന്നെയാണ് ബോധിപ്പിക്കുന്നത്. അതിന് ആത്മാവെന്നോ അല്ലെങ്കിൽ ബ്രഹ്മമെന്നോ അങ്ങനെയുള്ള കൂടിയ ശബ്ദങ്ങൾ തന്നെ പറയണമെന്നില്ല. കുറഞ്ഞ ശബ്ദമായാലും മതി. പൃഥ്വിയെന്നോ അപ്പെന്നോ തേജസ്സെന്നോ വായുവെന്നോ കുറച്ച് തരംതാണ ശബ്ദങ്ങൾ ഉപയോഗിച്ചാലും ദോഷമൊന്നുമില്ല. എല്ലാ ശബ്ദവും ആ ഒരു തത്വത്തെ തന്നെയാണ് ബോധിപ്പിക്കുന്നത്. ആത്മനഃ സ്വ അവിദ്യയാ ചതുഷ്ടയാത്മനാവസ്ഥാന. ആത്മാവ് തന്നെയാണ് ചതുഷ്ടയാത്മന സ്ഥിതി. ഈ ഏകരൂപത്തിൽ ഉള്ള വസ്തു തന്നെയാണ് 4 രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ പ്രശ്നമില്ലല്ലോ. അതാണ് പറഞ്ഞ സ്വപ്ന ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കുക. അവിടെ ഏകനായ ദൃഷ്ടാവ് തന്നെയാണ് ആനയും കുതിരയൊക്കെ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ അതെന്തിനാ ആനയും കുതിരയൊക്കെ ആയത് എന്ന് ചോദിച്ച് സ്വയം ബുദ്ധിയെ കുഴച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതങ്ങനെ നിൽക്കുന്നു. അതാണ് അതിന്റെ പണി. ദൃഷ്ടാവിന്റെ ജോലി അതാണ്. അതങ്ങനെയെല്ലാം നിൽക്കും. അതുകൊണ്ടിവിടെ പറയുന്നത് എന്താണ്? ആത്മനഃ ചതുഷ്ടയാത്മനാവസ്ഥാന. ആത്മാവ് തന്നെയാണ് 4 രൂപത്തിൽ നിൽക്കുന്നത്. പൃഥ്വിയാദി രൂപത്തിൽ നിൽക്കുന്നത് സ്വസ്വരൂപം തന്നെയാണ്. പക്ഷെ അവിടെ ഒരു പൊരുത്തക്കേടുണ്ട്. സ്വസ്വരൂപം അത് ഏകമാണ്, പക്ഷെ ഇത് അനേകമാണ്. അത് നിത്യമാണ്, ഇത് അനിത്യമാണ്. ഇങ്ങനെ ഒരുപാട് രണ്ടിനെയും പൊരുത്തപ്പെടുത്താൻ കഴിയാത്ത ഒരുപാട് സംഗതികൾ ഇതിന്റെ ഇടയ്ക്ക് കിടക്കുന്നുണ്ടല്ലോ. പിന്നെ അതാണ് ഇത് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ഒന്നിനെ കൂട്ടി യോജിപ്പിക്കും. അതാണ് പറഞ്ഞ സ്വാവിദ്യയാ
അവിദ്യ ഉണ്ട്, അവിദ്യയെന്നോ അജ്ഞാനമെന്നോ മായയെന്നോ എന്ത് വേണോ പറയുക. ഇതൊക്കെ ഇങ്ങനെയായി തീരുന്നതിന് എന്തോ ഒന്നുണ്ട്, പിടികിട്ടാത്ത ഒരു സംഗതി എന്ന് മനസ്സിലാക്കും. അതിന്റെ കൂടുതൽ അതിന്റെ വ്യാകരണം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിടികിട്ടത്തില്ല. അത് എന്ത് അജ്ഞാനം എങ്ങനെയിരിക്കും, അവിദ്യ എങ്ങനെയിരിക്കും, മായ എങ്ങനെയിരിക്കും, അത് കറുത്തതാണോ വെളുത്താണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിടത്തും ചെന്നെത്തത്തില്ല. അതുകൊണ്ട് അവിദ്യയ ചതുഷ്ഠയാത്മന അവസ്ഥാന. അതുകൊണ്ടെന്താണ് വിഭാഗസിദ്ധി? നിങ്ങൾക്കെന്താ അദ്വൈതമാണോ സിദ്ധിക്കേണ്ടത്, ദ്വൈതമാണോ സിദ്ധിക്കേണ്ടത്? രണ്ട് സിദ്ധിച്ചേരാന്ന പറയുന്നു വാർത്തകാർ. അദ്വൈതമാണ് സിദ്ധിക്കേണ്ടെങ്കിൽ ഈ പറയുന്ന തത്വജ്ഞാനം, അതിലൂടെ അദ്വൈതം സിദ്ധിക്കും. അല്ല ഈ ദ്വൈതമാണ് സിദ്ധിക്കുകയാണെങ്കിൽ അതിനുമുണ്ട് സാധനം, അവിദ്യ, മായ. അതുകൊണ്ട് രണ്ടുമുണ്ട്, രണ്ടിനെയും സിദ്ധിക്കും. അതുകൊണ്ട് ഈ വിഭാഗം ഇവിടെ നിൽക്കുന്നു, ഇങ്ങനെ നാനാത്വം ഇവിടെ നിൽക്കുന്നു, അതുകൊണ്ട് ആരും അസ്വസ്ഥരാകേണ്ട കാര്യമൊന്നുമില്ല. ഈ വിഭാഗം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ബ്രഹ്മത്തിന് യാതൊരു അസ്വസ്ഥതയില്ലെങ്കിൽ പിന്നെ തനിക്കെന്താ ഇത്രയും വലിയ അസ്വസ്ഥത എന്നാ ചോദിക്കുന്നു. ചോദിക്കും, ഇത് നിർഗുണമായിരിക്കുന്ന ബ്രഹ്മത്തിൽ എങ്ങനെയാ ഇതൊക്കെ നിൽക്കുന്നു? അതുകൊണ്ട് തനിക്ക് വല്ല ഛേദവും വന്ന, നിർഗുണത്തിൽ ഇത് വന്നുകൊണ്ട് പല നഷ്ടവും വന്ന, നിർഗുണത്തിൽ ഇത് വരുന്നതുകൊണ്ട് പറയുന്ന കേട്ട് അതൊന്നും തനിക്കെന്തോ അതുകൊണ്ട് വലിയ നഷ്ടം വന്നിരിക്കുകയാണ്, നിർഗുണത്തിൽ ഇത് വന്നുകൊണ്ട്. ആർക്കും പ്രത്യേകിച്ച് ഒരു നഷ്ടം ഇതുവരെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ വല്ലതും സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ വിഭാഗസിദ്ധി പറയുന്നു. ഈ നാനാത്വം സിദ്ധിക്കുന്നത് കൊണ്ട് ബ്രഹ്മത്തിന് ദോഷമൊന്നുമില്ലെന്നർത്ഥം, ന്യൂനതയൊന്നും സംഭവിക്കുന്നില്ല. കാരണം അദ്വൈതത്തിൽ ദ്വൈതം നിലനിൽക്കുന്നുണ്ട്, അദ്വൈതത്തിന് ഹാനിയൊന്നുമില്ല. പിന്നെ അവിടെ എന്തെങ്കിലും പൊരുത്തക്കേട് തോന്നുന്നുണ്ടെങ്കിൽ അതിന് മനസ്സിലാക്കിക്കൊള്ളുക, അവിദ്യ അല്ലെങ്കിൽ മായ എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നു, ആത്മ അവിദ്യ വിവർത്തത്വേന ആത്മ അർത്ഥത്വ ചതുഷ്ടയസ്യ. ആത്മാവിദ്യ വിവർത്തമാണിത്, അതുകൊണ്ട് ഇതെല്ലാം ആത്മാർത്ഥമാണ്. ആത്മാർത്ഥം എന്നുള്ളത് പലതരത്തിലും മനസ്സിലാക്കാം. ഇത് ആത്മാവിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നതാണ്, ഇത് ആത്മബോധത്തിന് ഉപകരിക്കുന്നതാണ്. ഇതും ആത്മാവും തമ്മിൽ നമ്മൾ കരുതുന്നവരെയുള്ള യാതൊരു വിരോധമില്ല. നമ്മുടെ ബുദ്ധിയിലാണ് ഇതിനെല്ലാം കൂടെ ഇട്ട് ചിന്തിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കുന്നത്. ആത്മാവ് ഇതിനെക്കുറിച്ച് ഇതുവരെ ആരോടും ഒരു പരാതിയും പറഞ്ഞിട്ടില്ലതാ എന്റെ തലയിൽ പ്രപഞ്ചമിരിക്കുന്നു, രക്ഷിക്കണമെന്നുള്ള ഒരു പ്രശ്നവും അവിടെ നമ്മൾ ധരിക്കുന്ന പോലെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ആത്മാർത്ഥമാണിത് എന്നർത്ഥം. അത് ആത്മാവിന് ഉപകാരമേ ചെയ്യുന്നു. സഭോക്താത്മാ തത്വം ഗ്രഹ്യതേ. അതുകൊണ്ട് മുമ്പ് പറഞ്ഞവനെന്താണ്? ജ്ഞാത വിജ്ഞാതാരം രേഖേന വിജാനീയ. അവിടെ ദൃഷ്ടാവായിരിക്കുന്നവൻ, സ്വപ്നത്തിൽ ഇവിടെ ദൃഷ്ടാവായിരിക്കുന്നവൻ, അതിനുണ്ട് ഇവിടെ ഭോക്താവെന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇതെല്ലാമായിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം അത് തന്നെയാണ്, ഇതിന്റെ സ്വരൂപം അത് തന്നെയാണ്. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇതിനെ നാലായി വിഭജിച്ചിട്ട് അവസാനം പറയുന്നത് ഇതെല്ലാം പരമമായ സത്യം തന്നെയാണ്.